Praise the Lord. Hallelujah. കരങ്ങൾ ഉയർത്തി ശക്തിയോടെ ഹല്ലേലൂയ. Hallelujah. ഒരിക്കൽ കൂടെ ശക്തിയോടെ ഹല്ലേലൂയ. Blessed be the name of the Lord. അനുഗ്രഹിക്കപ്പെട്ട നല്ല പകലിന് ഞാൻ കർത്താവിന് നന്ദി പറയുന്നു. ഈ പകലിൽ വീണ്ടും നിങ്ങളെ ശുശ്രൂഷിപ്പാൻ സ്വർഗത്തിലെ ദൈവം ഒരുക്കിയ എല്ലാ വിശിഷ്ടതകൾക്കായിട്ടും സ്വർഗത്തിലെ ദൈവത്തിന് നന്ദി കരയറ്റുന്നു. ആമേൻ. ക്രിസ്തുവിൽ ഞാൻ സ്നേഹിക്കുകയും ജ്യേഷ്ഠ സഹോദരത്തിലും കാണുകയും ചെയ്യുന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ സാജൻ ജോർജ്, കുടുംബം, തലമുറകൾ, ദൈവസഭ എല്ലാവർക്കും, വിശേഷാൽ അക്സയ്ക്കും ടോമിനും, ആമേൻ, കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ സ്നേഹത്തെയും വന്ദനത്തെയും ഞാൻ അറിയിക്കുന്നു. ആമേൻ. കഴിഞ്ഞ ചില ദിവസങ്ങളിൽ ചില സെഷനുകളിൽ നിങ്ങളെ ശുശ്രൂഷിപ്പാൻ സ്വർഗത്തിലെ ദൈവം ഒരുക്കിയ എല്ലാ ഭാഗ്യ പദവികൾക്കായിട്ടും ഞാൻ കർത്താവിന് നന്ദി പറയുന്നു. എനിക്കും അത് ആമേൻ ഒത്തിരി ഓണറും ഒത്തിരി ബ്ലെസ്സിങ്ങുമായിരുന്നു. നിങ്ങളെന്നെ സ്നേഹിച്ചതിനും കരുതിയതിനും എല്ലാറ്റിനും ഞാൻ കർത്താവിൽ നന്ദിയുള്ളവനായിരിക്കുന്ന സ്വർഗത്തിലെ ദൈവം ധാരാളം പ്രതിഫലം നൽകി ദൈവസഭയെ വീണ്ടും മാനിക്കട്ടെ. പാസ്റ്റർ ഓർമ്മിപ്പിച്ചതുപോലെ സ്റ്റെഫി, എൻ്റെ വൈഫിൻ്റെ പേര് സ്റ്റെഫി എന്നാണ്. സ്റ്റെഫി ഇപ്പോൾ ലണ്ടനിൽ നിന്ന് തിരിച്ച് നാട്ടിലോട്ടുള്ള യാത്രയിലാണ്. പെട്ടെന്നുള്ള ഡിസിഷനുകളായിരുന്നു. ആമേൻ. അതിൻ്റെ കുറച്ച് സ്ട്രഗിളുകൾ ഞങ്ങളുടെ മുൻപിലുണ്ട്. ആമേൻ. പക്ഷേ കർത്താവ് ഞങ്ങളെ ബലപ്പെടുത്തുന്ന വിശ്വസ്തതകൾക്ക് ദൈവത്തിന് നന്ദി പറയുന്നു. ആമേൻ. എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിൽ അടച്ചാട്ടെ. അല്പനിമിഷങ്ങൾ ഒന്നാധരം തുറന്ന് പ്രാർത്ഥിച്ചാട്ടെ. എല്ലാവരും ചേർന്ന് ആ കണ്ണുകളെ അടച്ചധരം തുറന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. കർത്താവിനോട് അല്പനിമിഷങ്ങളൊന്ന് സംസാരിച്ചാട്ടെ. അപ്പായെ ഞങ്ങളെ ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിച്ചാട്ടെ, ഞങ്ങളെ ശക്തീകരിക്കണമെന്ന് പ്രാർത്ഥിച്ചാട്ടെ. തുടർന്നുള്ള വചന കേൾവി ഞങ്ങളുടെ ജീവിതത്തിന് അനുഗ്രഹമാകണമെന്ന് പ്രാർത്ഥിച്ചാട്ടെ. എല്ലാ വായികളും തുറന്ന് അല്പനിമിഷങ്ങൾ അന്യഭാഷയിൽ പ്രാർത്ഥിക്കാൻ നിയോഗമുള്ളവരുണ്ടെങ്കിൽ അന്യഭാഷകളിൽ ദൈവത്തോട് സംസാരിച്ച് തുടങ്ങിക്കാട്ടെ. ഹാർബന ജഗൽഖം ഔഷസിയം തലഘടകതനിയ വീഴുമ്പോൾ താങ്ങും എൻ പ്രിയൻ, കരയുമ്പോൾ മാർവിൽ ചേർക്കും തോളിലേറ്റും കണ്ണീരൊപ്പും ഉയർച്ച നൽകി മാനിക്കും. വീഴുമ്പോൾ താങ്ങും എൻ പ്രിയൻ, കരയുമ്പോൾ മാർവിൽ ചേർക്കും തോളിലേറ്റും കണ്ണീരൊപ്പും ഉയർച്ച നൽകി മാനിക്കും. എന്നുള്ളം ക്ഷീണിക്കും നേരം ഞാൻ പാടും യേശുവിൻ ഗീതം. ചിറകിൽ ഞാൻ പറന്നുയരും, ഉയരത്തിൽ നാഥൻ സന്നി. എല്ലാ കരങ്ങളും ഉയർത്തി പറഞ്ഞേ. എന്നുള്ളം ക്ഷീണിക്കും നേരം ഞാൻ പാടും യേശുവിൻ ഗീതം. ചിറകിൽ ഞാൻ ഉയരത്തിൽ നാഥൻ സന്നിധി. ഹാ 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 ഹല്ലേലൂയാ. ഹാ 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 ഹല്ലേലൂയാ. ഹാ 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 ഹല്ലേലൂയാ. ഹാ 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 ഹല്ലേലൂയാ. ഹാ ഹാ. എല്ലാ വായികളും തുറന്ന്, എല്ലാ ധരവും തുറന്ന് അല്പനിമിഷങ്ങൾ ശക്തിയോടെ ഈ പകലിൽ ദൈവത്തിന് ആരാധന കൊടുത്ത് ഹല്ലേലൂയാ. ഹല്ലേലൂയാ. ഓ റബ ഹദലാദിയാര
യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ആ കരങ്ങളെ ചേർത്തടിച്ച് അല്പനിമിഷങ്ങൾ ദൈവത്തിന് ആരാധന കൊടുത്ത് എല്ലാ മാനത്തിനും മഹത്വത്തിനും പുകഴ്ചയ്ക്കും യോഗ്യനായ ദൈവത്തിന് എല്ലാ മാനത്തിനും മഹത്വത്തിനും യേശു ഹല്ലേലൂയ ഹല്ലേലൂയ. ആ കരങ്ങളെ ചേർത്തടിച്ച് അല്പനിമിഷങ്ങൾ അവൻ മഹത്വത്തിന്റെ പ്രത്യാശയാകുന്ന രാജാതി രാജാവാകുന്ന കർത്താതി കർത്താവാകുന്ന താൻ മാത്രം അമർത്യതയുള്ളവനും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനുമായ സർവശക്തനായ ദൈവത്തിന് എല്ലാ ധരങ്ങളും തുറന്ന് എല്ലാ കരങ്ങളും അടിച്ച് അല്പനിമിഷങ്ങൾ ദൈവത്തിന് ആരാധന കൊടുത്ത് യേശുവിന്റെ നാമത്തിൽ പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഉള്ളം ക്ഷീണിക്കുമ്പോൾ ആ ചിറകിന്റെ മറവിലെ ചൂട് ഞങ്ങൾക്ക് തന്ന്, ആ ചിറകിന്റെ മീതെയുള്ള ഉയരങ്ങൾ ഞങ്ങൾക്ക് തന്ന് ഞങ്ങളെ വീണ്ടും വീണ്ടും പറക്കുവാൻ പരിശീലിപ്പിക്കുന്ന അങ്ങയുടെ വിശ്വസ്തതകൾക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. അങ്ങാർക്കും കടക്കാരനല്ലല്ലോ, അങ്ങാർക്കും ബാധ്യതയല്ലല്ലോ. തൃക്കരങ്ങളിൽ ഞങ്ങളെ സമർപ്പിക്കുന്നു. തുടർന്ന് അങ്ങ് ഞങ്ങളോട് സംസാരിക്കണമേ. യേശുവിൻ അൻപുള്ള നാമത്തിൽ തന്നെ ആമേൻ. വേഗത്തിലെടുത്ത് 2 രാജാക്കന്മാരുടെ പുസ്തകം 6-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. 2 Kings chapter 6 verses 1 to 7. Yes. Amen. അടുത്തത് ഞാൻ വായിക്കുന്നു വേഗത്തിൽ. അവരിൽ ഒരുത്തൻ ദയ ചെയ്ത് അടിയങ്ങളോടുകൂടെ പോരണമെന്ന് അപേക്ഷിച്ചതിന് പോരാമെന്ന് അവൻ പറഞ്ഞു. അങ്ങനെ അവൻ അവരോടുകൂടെ പോയി. അവർ യോർദാങ്കിലെത്തി മരം മുറിച്ചു. എന്നാൽ ഒരുത്തൻ മരം മുറിക്കുമ്പോൾ കോടാലി ഊരി വെള്ളത്തിൽ വീണു. അയ്യോ കഷ്ടം യജമാനനെ, അത് വായ്പ വാങ്ങിയതായിരുന്നു എന്ന് അവൻ നിലവിളിച്ചു. അത് എവിടെ വീണുവെന്ന് ദൈവപുരുഷൻ ചോദിച്ചു. അവൻ ആ സ്ഥലം അവനെ കാണിച്ചു കൊടുത്തു. അവനൊരു കോൽ വെട്ടി അവിടെ എറിഞ്ഞു. ആ ഇരുമ്പ് പൊങ്ങി വന്നു. അടുത്ത വാക്ക്, അത് എടുത്തുകൊള്ളുക എന്നവൻ പറഞ്ഞു. അവൻ കൈ നീട്ടി അതിനെ എടുത്തു. ആമേൻ. അവൻ കരം നീട്ടി അതിനെ എടുത്തു. ഇനി നിങ്ങൾ എന്നെ ശ്രദ്ധിച്ചോണമേ. യോർദാന്റെ ആഴങ്ങളിലേക്ക് ഭാരമുള്ള ഒരു വസ്തു ആമേൻ പതിച്ചു പോയി. ആഴങ്ങളിൽ ഒരു ഭാരമുള്ള വസ്തു വീണുപോയി. ആമേൻ. വചനം ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, ആ ഇരുമ്പ് പൊങ്ങി വന്നു. അതിൻ്റെ അർത്ഥം ഇനി ഒരിക്കലും പൊങ്ങി വരാൻ സാധ്യതയില്ലെന്ന് പറഞ്ഞത്, ഇനി ഒരിക്കലും തിരികെ കിട്ടാൻ സാധ്യതയില്ലെന്ന് പറഞ്ഞത്. അടുത്ത വാക്ക് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, അവൻ കരം നീട്ടി അതിനെ എടുത്തു. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകലിൽ ദൈവാത്മാവിൽ ദൈവസഭയോട് തുടക്കത്തിലെ ഞാൻ ഒരു ദൂത് കൈമാറുകയാണ്. കരത്തിൽ നിന്ന് പോയ ചിലതിനെ സ്വർഗത്തിലെ ദൈവം നിങ്ങളുടെ കരം നീട്ടിയെടുക്കുന്ന അളവിൽ ആമേൻ പറയാമെങ്കിൽ ആമേൻ പറഞ്ഞു. എവിടെയോ യോർദാന്റെ ആഴങ്ങൾ വിഴുങ്ങിയ ചിലതിനെ, എവിടെയോ യോർദാന്റെ അനുഭവങ്ങൾ വിഴുങ്ങിയ ചിലതിനെ ഇന്ന് പകലിൽ നിന്റെ കരത്തിൽ മടക്കി തരുന്നൊരു പകലാക്കി സ്വർഗത്തിലെ ദൈവം തീർക്കാൻ പോവുകയാണ്. ആമേൻ. നിങ്ങൾ ശ്രദ്ധിച്ചോണ ദൈവമക്കളെ. ഇവിടെ നഷ്ടപ്പെട്ടത് ഇവൻ പണിയെടുത്തുകൊണ്ടിരുന്ന ഇവന്റെ പണിയായുധമാണ് നഷ്ടപ്പെട്ടത്. മൂർച്ചയുള്ള ഒരു ആക്സ് ഹെഡാണ് ഇവന് നഷ്ടപ്പെട്ടത്. ഹി ലോസ്റ്റ് ഹിസ് ഷാർപ്പൻഡ് ആക്സ് ഹെഡ്. that means ഇതൊരു ആയുധത്തിന്റെ നഷ്ടമാണ്. ഇത് പൈസയുടെ നഷ്ടമല്ല. സ്തോത്രം. ഇത് ഡോളറിന്റെ നഷ്ടമല്ല, ഇത് വീടിന്റെ നഷ്ടമല്ല, ഇത് കാറിന്റെ നഷ്ടമല്ല, ഇത് വിദ്യാഭ്യാസത്തിന്റെ നഷ്ടമല്ല, ഇത് ആയുധത്തിന്റെ നഷ്ടമാണ്. അവന് ദൈവം ഭരമേൽപ്പിച്ച, അല്ലെങ്കിൽ യജമാനൻ അവന്റെ കരത്തിൽ നൽകിയ ആത്മീക അഭിവൃദ്ധിക്ക് വേണ്ടി, സ്പിരിച്വൽ എക്സ്പാൻഷന് വേണ്ടി അവന്റെ കരത്തിൽ നൽകിയ ഒരു ആയുധത്തിന്റെ നഷ്ടമാണ് ഈ നഷ്ടമെന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് എ സ്പിരിച്വൽ ലോസ്. ഇതൊരു ആത്മീക നഷ്ടമാണ്. ഇന്ന് പകലിലും നമ്മിൽ പലരുടെയും അകത്ത് ചില ആത്മീക നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. എവിടെയോ പ്രാർത്ഥനയുടെ മൂർച്ച നഷ്ടപ്പെട്ടു പോയി, എവിടെയോ ആരാധനയുടെ മൂർച്ച നഷ്ടപ്പെട്ടു പോയി, എവിടെയോ വചനധ്യാനത്തിന്റെ മൂർച്ച നഷ്ടപ്പെട്ടു പോയി. ഇന്നലകളിൽ ദൈവം നിന്റെ കരത്തിൽ നീ വിശ്വസ്തനെന്ന് കണ്ട് ഏൽപ്പിച്ച ചിലത് യോർദാന്റെ ആഴങ്ങൾ വിഴുങ്ങിക്കളഞ്ഞെങ്കിൽ ഇന്ന് പകലിൽ ഞാൻ ഒരു ദൂത് കൈമാറുകയാണ്. ചിലതിനെ തിരികെ പിടിക്കാൻ ഇന്ന് പകലിൽ കർത്താവേ ഒരഭിഷേകം എൻ്റെ മേൽ നൽകണമേ എന്ന് പ്രാർത്ഥിക്കാൻ നിയോഗമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കരമുയർത്തി ആമേൻ പറഞ്ഞ് നിന്റെ കരത്തിൽ സ്വർഗത്തിലെ ദൈവം ചിലതിനെ മടക്കി തരാൻ പോവുകയാണ്.
ഇതൊരാത്മീക നഷ്ടമാണ്. നിങ്ങൾ വളരെ പ്രാർത്ഥനയോടെ ശ്രദ്ധയോടെ ഈ ദൂതിനെ കേൾക്കണമേ. ഇതൊരാത്മീക നഷ്ടമാണ്. ഇതൊരു സ്പിരിച്വൽ ലോസ് ആണ്. നമ്മിലെല്ലാവർക്കും പറയാൻ കാണും, അപ്പായെ എന്തൊക്കെയോ ചിലത് നഷ്ടപ്പെട്ടിട്ടുണ്ട്, പക്ഷേ ഇന്ന് പകലിൽ അതിനെ തിരികെ പ്രാപിച്ചിട്ട് ഈ ആലയത്തിൽ നിന്ന് മടങ്ങാവും. ചിലത് പൊങ്ങി വരുന്നത് നിങ്ങൾ കാണും. നിങ്ങളത് കരം നീട്ടിയെടുത്തോണം. ശ്രദ്ധിച്ചോണേ, 1-ാമത്തെ വാക്യം മുതൽ താഴോട്ട് വായിക്കുമ്പോഴേ പ്രവാചക ശിഷ്യന്മാർ എലീശയോട് വന്ന് പറയുകയാണ്. പ്രവാചക ശിഷ്യന്മാർ, അതിൻ്റെ അർത്ഥം നിരവധി പ്രവാചക ശിഷ്യന്മാർ എലീശയ്ക്കുണ്ടായിരുന്നു. ഏലിയാവിനെ കുറിച്ച് പഠിച്ചാൽ, എലീശയുടെ യജമാനനായിരുന്ന പ്രവാചകൻ ഏലിയാവിനെ പറ്റി പഠിച്ചാൽ, ആയിരക്കണക്കിന് പ്രവാചക ശിഷ്യന്മാരെ വാർത്തെടുത്ത വ്യക്തിയാണ് ഏലിയാവ്. ബഥേലിലും ഗിൽഗാലിലും യെരിഹോവിലും യോർദാനിലുമൊക്കെയുള്ള സ്ഥലങ്ങൾ പഠിച്ചാൽ അവിടെ 100 കണക്കിന് പ്രവാചക ശിഷ്യന്മാരും പ്രൊഫറ്റിക്കൽ സ്കൂളുകളും പ്രവാചക ശിഷ്യന്മാരെ പരിശീലിപ്പിക്കുന്ന ഇന്നത്തെ ബിബ്ലിക്കൽ സെമിനാരികൾ പോലെയുള്ള നിരവധി ട്രെയിനിങ് സ്കൂളുകൾ ഏലിയാവിനുണ്ടായിരുന്നു. എൻ്റെ ഒരു ചിന്ത ഞാൻ നിങ്ങളോടൊന്ന് പങ്കുവെക്കാമേ. ഒരിക്കൽ യോർദാൻ്റെ മറുകരയിൽ ഏലിയാവ് അഗ്നി രഥങ്ങളിലും അഗ്നിമയ അശ്വങ്ങളിലും ഏലിയാവിനെ സ്വർഗോന്നതങ്ങളിലേക്ക് സ്വർഗത്തിലെ ദൈവം എടുക്കുമ്പോൾ എൻ്റെ ഒരു ചിന്തയാണ് ഞാൻ ഈ പറയുന്നത്. ഒരു പക്ഷേ പൈശാചിക മണ്ഡലങ്ങൾ മുഴുവൻ വിചാരിച്ച് കാണാം, മറുകരയിൽ നിൽക്കുന്ന പ്രവാചക ശിഷ്യന്മാരെ നയിക്കുവാൻ ഇനി ഒരുവനില്ലെന്ന്. എൻ്റെ കൂടെ നിങ്ങൾ വരണമേ. അല്ലെങ്കിൽ മറുകരയിൽ നിൽക്കുന്ന പ്രവാചക ശിഷ്യന്മാർ വിചാരിച്ച് കാണാം, അയ്യോ ഞങ്ങളുടെ യജമാനനെ എലീശയുടെ തലക്കൽ നിന്നും ഇപ്പോൾ എടുത്തു കാണും. ഇനി ഞങ്ങളെ നയിക്കാൻ ഒരു ലീഡർ ഇല്ലെന്ന് സ്തോത്രം ഈ പ്രവാചക ശിഷ്യന്മാരും ചിന്തിച്ച് കാണാം. പക്ഷേ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞൊരു മറുപടി ഇങ്ങനെയാണ്, മോനെ, പൈശാചിക മണ്ഡലങ്ങളുടെ കണക്കുകൂട്ടലുകളെ തെറ്റിച്ചുകൊണ്ട്, പ്രവാചക ശിഷ്യന്മാരുടെ മനസ്സിൻ്റെ ആകുലതകളെ തെറ്റിച്ചുകൊണ്ട് സ്തോത്രം ഇരട്ടിപ്പങ്ക് അഭിഷേകവുമായി ഒരേലീശ കയറി വരുന്നുണ്ട്. അതിൻ്റെ അർത്ഥം ഒരേലിയാവിൻ്റെ കാലഘട്ടം കൊണ്ട് അവസാനിക്കുന്നതല്ല ഈ ശുശ്രൂഷ. ചില ഏലീശമാരെ സ്വർഗത്തിലെ ദൈവം എഴുന്നേൽപ്പിക്കും. അങ്ങനെയാണെങ്കിൽ ദൈവസഭയോട് ഞാൻ ആത്മാവിലൊരു ദൂത് കൈമാറാം. കുഞ്ഞെ, നിന്റെ കാലം കൊണ്ട് അവസാനിക്കുന്നതല്ല ഇത്. നിന്റെ തലമുറയും നിന്റെ തലമുറയുടെ തലമുറയും നിന്റെ മേൽ ജ്വലിച്ച അഭിഷേകത്തിന്റെ ഇരട്ടിപ്പങ്ക് നിറവോടുകൂടി എഴുന്നേൽക്കുന്ന ഒരു കാലഘട്ടം വരും. പറയാൻ കഴിയുമെങ്കിൽ ഒന്ന് കരമുയർത്തിയ രാമൻ പറഞ്ഞു, ഒരു തലമുറ എഴുന്നേൽക്കട്ടെ, ഒരു തലമുറ എഴുന്നേൽക്കട്ടെ. ഇന്നലകളിൽ വരെ ശ്രദ്ധിച്ചോണേ, ഇന്നലകളിൽ വരെ കലപ്പ കൊണ്ട് നിലം കീറിയവൻ ഇപ്പോൾ പുതപ്പ് കൊണ്ട് യോർദാനെ കീറുക. ആർക്കാ പിടികിട്ടിയെന്ന് എനിക്കറിയത്തില്ല. ഇന്നലകളിൽ കലപ്പ കൊണ്ട് നിലം കീറിയവൻ പുതപ്പ് കൊണ്ട് യോർദാനെ കീറുന്ന അഭിഷേകത്തോടു കൂടി ഒരു തലമുറയെ ദൈവം എഴുന്നേൽപ്പിച്ചെങ്കിൽ, നെക്സ്റ്റ് ജനറേഷൻ ഈസ് റൈസിംഗ് അപ്പ്. ഒരു പുതിയ തലമുറ ഇതിനകത്ത് എഴുന്നേൽക്കട്ടെ. അഭിഷേകമുള്ള, ദൈവകൃപയുള്ള, അഭിഷേകത്തിന്റെ നിറവുള്ള ഒരു പുതിയ തലമുറ. കരമടിക്കുന്നെങ്കിൽ ഒന്ന് കരമടിച്ച് ദൈവത്തിന് ആരാധന കൊടുത്ത് ഒരു പുതിയ തലമുറയുടെ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഹല്ലേലൂയ. ശ്രദ്ധിച്ചോണേ, അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായത്തിൽ 3-ാം അധ്യായത്തിൽ ഇങ്ങനെ ഒരു വാക്കുണ്ട്. സ്തോത്രം. ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, ആ ഭാഗം എടുക്കേണ്ട, നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. പത്രോസിനെയും യോഹന്നാനെയും കൊന്നുകളയാനൊക്കെ യഹൂദന്മാരും പരീശന്മാരും ശാസ്ത്രിമാരും ഒക്കെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ എഴുതി വച്ചിരിക്കുന്ന ഒരു വാക്കുണ്ട്, ആർക്കും നിഷേധിച്ച് കളയാൻ കഴിയാത്ത പ്രത്യക്ഷമാകുന്ന അടയാളം ഇവർ ചെയ്തിരിക്കുന്നുവെന്ന്. ശ്രദ്ധിച്ചോ നിങ്ങൾ എന്നെ. ആർക്കും നിഷേധിക്കാൻ കഴിയാത്ത പരീശന്മാരുടെ നടുവിൽ നിന്ന് സ്തോത്രം ശാസ്ത്രിമാരുടെ നടുവിൽ നിന്ന് ഉയർന്നു വന്ന ഒരു വാക്കാണ്, ആർക്കും നിഷേധിക്കാൻ കഴിയാത്ത പ്രത്യക്ഷമായ അടയാളം ഇവർ ചെയ്തിരിക്കുന്നുവെന്ന്. അതിൻ്റെ അർത്ഥം പ്രത്യക്ഷമാകുന്ന അടയാളങ്ങൾ ചെയ്യുന്നൊരു തലമുറയെ പരിശുദ്ധാത്മാവ് എഴുന്നേൽപ്പിക്കും. പറയാമോ? നോക്കണേ, ഏലിയാവേ, അങ്ങയുടെ കാലഘട്ടം കൊണ്ട് തീരത്തില്ല. അടുത്തൊരു എലീശയെ സ്വർഗത്തിലെ ദൈവം എഴുന്നേൽപ്പിച്ചു. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകലിലും ഞാൻ ആ ദൂത് കൈമാറുകയാണ്.
ചിലരെ കർത്താവ് എഴുന്നേൽപ്പിക്കും. ശ്രദ്ധിച്ചോണേ. ആമേൻ. അവർ എലീശയുടെ അടുക്കൽ വന്നിട്ട് പ്രവാചക ശിഷ്യന്മാർ പറയുകയാണ്, ഞങ്ങൾ പാർക്കുന്ന ഈ സ്ഥലം ഞങ്ങൾക്ക് തീരെ ഇടുക്കമായിരിക്കുന്നു. നിങ്ങൾ കേട്ടോണേ, ഞങ്ങൾ പാർക്കുന്ന ഈ സ്ഥലം ഞങ്ങൾക്ക് തീരെ ഇടുക്കമായിരിക്കുന്നു. അതിൻ്റെ അർത്ഥം they were so aware about their present condition. Am I right? ഞങ്ങൾ പാർക്കുന്ന ഈ സ്ഥലത്തിന് ഒരു വിശാലത വേണമെന്ന് ഇവരെന്ത് ചെയ്തു? ആഗ്രഹിച്ചു. ഞങ്ങൾ പാർക്കുന്ന ഈ സ്ഥലത്തിന് ഒരു വിശാലത വേണമെന്ന് ഇവർ ആഗ്രഹിച്ചു. ഇവർ പറയാണ് യജമാനനോട്, യജമാനെ, ഞങ്ങൾ പാർക്കുന്ന ഈ സ്ഥലം തീരെ ഇടുക്കമാണ്. നമ്മളെപ്പോഴും നമ്മുടെ ഇടുക്കത്തെ പറ്റിയും നമ്മുടെ ഞെരുക്കത്തെ പറ്റിയൊക്കെ നല്ല ബോധ്യമുള്ളവരാണ്. സത്യമല്ല ഞാൻ പറഞ്ഞേ? ആമേൻ. കാര്യം നമുക്കിപ്പോൾ ഒരു അപ്പാർട്ട്മെൻറ്റിലാണ് താമസിക്കുന്നതെങ്കിൽ നമുക്ക് എങ്ങനെയെങ്കിലും ഒരു വീട് വേണമെന്ന് നമ്മുടെ ആഗ്രഹം. കാര്യം എന്നതാ? കാര്യം നമ്മളുടെ ഇപ്പോഴത്തെ പ്രസൻറ്റ് ഒരു ഞെരുക്കത്തെ പറ്റി നമുക്ക് നല്ലൊരു ബോധ്യമുണ്ട്. 2 ബെഡ്റൂമുള്ള വീട്ടിൽ താമസിക്കുമ്പോൾ നമ്മുടെ ആഗ്രഹം എങ്ങനെയെങ്കിലും ഒരു 4 ബെഡ്റൂമുള്ളൊരു വീട് നമുക്ക് വേണമെന്നാണ്. കാര്യം നാം എപ്പോഴും നമ്മുടെ ഭൗതിക ഞെരുക്കങ്ങളെ പറ്റി എപ്പോഴും നല്ല ബോധമുള്ളവരാണ്. വി ആർ സോ അവെയർ അബൌട്ട് ഇറ്റ്. പക്ഷേ എൻ്റെ ചോദ്യം, എപ്പോഴെങ്കിലും നമ്മുടെ അകത്ത് നമ്മുടെ ആത്മീക ഞെരുക്കത്തെ പറ്റി ഒരു ബോധം കയറിയിട്ടുണ്ടോ? കർത്താവേ, ഇന്നലെ പ്രാർത്ഥിച്ചതിനേക്കാൾ ഒരു 5 മിനിറ്റ് കൂടെ എക്സ്ട്രാ പ്രാർത്ഥിക്കാൻ നാളുകളിൽ എന്നെ ഒന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിച്ച എത്ര പേരുണ്ട്? അല്ലേ പോട്ടെ, ഇന്നലകളിൽ വചനം ധ്യാനിച്ചതിനേക്കാൾ ഒരു 5 മിനിറ്റ് കൂടെ, ഇന്നലകളിൽ ദൈവസന്നിധിയിൽ ആമേൻ ദൈവപാദപീഠത്തിൽ ഇരുന്നതിനേക്കാൾ അല്പനേരം കൂടെ ഒന്ന് അധികത്തിലിരിക്കാൻ എനിക്കൊരു കൃപ തരണമെന്ന് പ്രാർത്ഥിച്ച എത്ര പേരാ ഉള്ളേ? സത്യം പറഞ്ഞ പാസ്റ്റർ, നമ്മൾ എപ്പോഴും കോംപ്രമൈസ് ചെയ്യുന്നത് സ്പിരിച്വാലിറ്റിക്കായിരിക്കും. Am I right? നമ്മൾ ഒരിക്കലും നമ്മുടെ ജോലിയിലെ പ്രൊമോഷൻ കിട്ടാൻ നമ്മൾ കോംപ്രമൈസ് ചെയ്യത്തില്ല. നമ്മൾ പിടിച്ചു വെച്ച് പ്രാർത്ഥിക്കും. നമ്മുടെ വീടിനകത്തൊരു വിശാലത വരാൻ വേണ്ടി നമ്മൾ ഉപവസിച്ച് പ്രാർത്ഥിക്കും. പക്ഷെ നമ്മളെപ്പോഴും കോംപ്രമൈസ് ചെയ്യുന്നത് ആത്മീയതയായിരിക്കും. അയ്യോ, നിങ്ങൾ കേട്ടില്ല? സ്തോത്രം. ചർച്ചിൽ വരാനേ നമ്മൾ ലേറ്റ് ആവത്തുള്ളൂ, അല്ലേ? എയർപോർട്ടിൽ പോകാനോ ജോലിക്ക് പഞ്ച് ചെയ്ത് കയറാനോ നമ്മൾ ലേറ്റ് ആവുമോ? ലേറ്റ് ആവാറില്ല. തലവേദന ചെറുതായിട്ട് തുടങ്ങിയാലും ചർച്ചിൽ വരാനല്ലേ നമ്മൾ ഉഴപ്പുന്നേ. നടുവേദനയാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യും? ജോലിക്ക് പോവും. കാര്യം എന്നതാ? ഈ നമുക്ക് സത്യം പറഞ്ഞ ഈ മലയാളി പെന്തക്കോസുകാർക്ക് എസ്പെഷ്യലി ഒരു വല്ലാത്തൊരു അഹങ്കാരമുണ്ട്. എന്നാ അഹങ്കാരം എന്നറിയാമോ? നമ്മളെ മൊത്തമായിട്ട് അറിയാവുന്ന ഒരു ദൈവം ഉണ്ടെന്നൊരു അഹങ്കാരമുണ്ട്. നമ്മളെ ഫുൾ അറിയാവുന്ന ഒരു ദൈവം ഉണ്ടെന്ന് നമുക്കൊരു അഹങ്കാരം. പിന്നെ നമ്മളുടെ ഒരു ചിന്തയെന്ന് പറയുന്നത് നമുക്ക് വേണ്ടി എല്ലാം ചെയ്തു തരുന്നൊരു ദൈവം ഉണ്ടെന്ന് ഒരു അഹങ്കാരം നമുക്ക്. നമ്മുടെ പാസ്പോർട്ടിൻ്റെ കളർ ദൈവം മാറ്റും. മഞ്ഞ് ഒഴിയുന്ന രാജ്യത്ത് നമ്മളെ കൊണ്ടുവരും. US-ൻ്റെ UK-യുടെ സ്റ്റാമ്പ് നമ്മുടെ പാസ്പോർട്ടിൽ അടിക്കും. പാസ്സാവാത്ത അയൽസ് തലയും കുത്തിയെന്ന് നമ്മൾ പാസ്സാകുമ്പോൾ അയൽസിൻ്റെ വാതിക്ക പോയിന്ന് കർത്താവ് നമുക്ക് വേണ്ടി ശത്രുവിനോട് വാദിച്ച് നമ്മുടെ അയൽസ് OET നമുക്ക് 6 എന്ത് ചെയ്തും പാസ്സാക്കി തരും. പിന്നെ ഇതൊക്കെയല്ലേ കർത്താവിൻ്റെ പണി? നിങ്ങൾ കേട്ടില്ല? എൻ്റെ പൊന്ന് ദൈവമക്കളെ, നമ്മുടെ 6 എക്സാം പാസ്സാക്കുന്നതും നമ്മുടെ അയൽസിൻ്റെ എക്സാം പാസ്സാക്കുന്നതും നമ്മുടെ OET പാസ്സാക്കുന്നതും നമുക്ക് ഗ്രീൻ കാർഡ് തരുന്ന ഒന്നുമല്ല കർത്താവിൻ്റെ ഡ്യൂട്ടി. ഇതല്ല ഇതിൻ്റെ പുറകിഞ്ഞ് വന്നോളും. ആമേൻ. ദൈവത്തിൻ്റെ ഡ്യൂട്ടി ഒരൊറ്റ ഡ്യൂട്ടിയുള്ളൂ, നിന്നെ എങ്ങനെയും ഒന്ന് നിത്യത കൊണ്ടെത്തിക്കണം. ആമേൻ പറയാമോ? അതിനുവേണ്ടി ആത്മീക ഞെരുക്കത്തെ തിരിച്ചറിയുന്ന ചിലർ ഇതിനകത്ത് എഴുന്നേൽക്കണം. ആമേൻ പറയാമോ? കർത്താവേ, ഇത് പോരെന്ന് പറയുന്ന ചിലർ, ഈ ആരാധന പറ്റത്തില്ല, ഈ പ്രാർത്ഥന പറ്റത്തില്ല, ഈ ഉഴപ്പ് മാറിയേ പറ്റത്തുള്ളൂ, ഈ അലസത മാറിയേ പറ്റത്തുള്ളൂ, എനിക്കൊരു വിശാലത തരണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് കരമടിച്ച് ദൈവത്തിന് ആരാധന കൊടുക്ക്. ലോർഡ്, ഐ നീഡ് എ സ്പിരിച്വൽ എക്സ്പാൻഷൻ. എനിക്കൊരു വിശാലത ഉണ്ടാലേ പറ്റത്തുള്ളൂ. കരമടിക്കുന്നെങ്കിൽ ചൊവ്വയടിച്ച് ദൈവത്തിന് ആരാധന കൊടുത്തോ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. ഇന്ന് പകലിൽ നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹം, കർത്താവേ, ആത്മീക വിശാലത എന്നിൽ വെളിപ്പെടണം. ഞാൻ എപ്പോഴും എൻ്റെ ചേർച്ചിലെ കുഞ്ഞുങ്ങളോട് പറയാറുണ്ട്, നമ്മുടെ ഭൗതിക കാര്യങ്ങൾക്ക് എപ്പോഴും നമ്മളെക്കാൾ താഴെയുള്ളവരെ നോക്കണം. നമ്മളെക്കാൾ താഴെയുള്ളവരെ. നമ്മളൊരു അപ്പാർട്ട്മെൻറ്റ് താമസിക്കുമ്പം ഇവിടെ റോഡ് സൈഡിൽ കിടന്നുറങ്ങുന്നവരെ നമ്മൾ ആലോചിക്കണം. കൂടുണ്ടോ?
നമ്മൾ നല്ല കാറിൽ യാത്ര ചെയ്യുമ്പോൾ കാറില്ലാതെ നടക്കുന്നവരെ നമ്മൾ എന്ത് ചെയ്യണം? നോക്കണം. എന്നിട്ട് തന്ന നന്മയ്ക്ക് കരം ഉയർത്തിയേക്ക് സ്വോത്രം പറയണം. കൂടുണ്ടോ? പക്ഷേ ഈ ആത്മീക കാര്യത്തിൽ എപ്പോഴും നമ്മളെക്കാൾ മുകളിലുള്ളവരെ നോക്കണം. അസൂയപ്പെടരുത്. പറയണം, കർത്താവേ, ആ സിസ്റ്റർ പ്രാർത്ഥിക്കുന്നത് പോലെ എനിക്കൊന്ന് പ്രാർത്ഥിക്കാനൊരു കൃപ. നമ്മളെപ്പോഴേലും അങ്ങനെ ആഗ്രഹിച്ചിട്ടുണ്ടോ? കർത്താവേ, ആ ദൈവദാസൻ ശുശ്രൂഷിക്കുന്നത് പോലെ ഒന്ന് ശുശ്രൂഷിക്കാൻ ഒരു കൃപ എനിക്ക്. കൂടുണ്ടോ നിങ്ങൾ? ഹല്ലേലൂയ. നമ്മുടെ അകത്തൊരു വാഞ്ച ഇന്ന് പകലിൽ കയറണം. ഈ ഞെരുക്കം മാറിയേ പറ്റത്തുള്ളൂ, ഈ ഉഴപ്പ് മാറിയേ പറ്റത്തുള്ളൂ, ഈ അലസത മാറിയേ പറ്റത്തുള്ളൂ. കർത്താവേ, ഞങ്ങൾക്കൊരു സ്പിരിച്വൽ എക്സ്പാൻഷൻ എന്ത് ചെയ്യണം? നീ തരണം. എന്നിട്ട് ഇവർ പറയുന്നൊരു കാര്യമുണ്ട്, എലീശായെ, ഞങ്ങൾ പാർക്കുന്ന ഈ സ്ഥലം ഞങ്ങൾക്ക് തീരെ ഇടുക്കമായിരിക്കുന്നുവെന്ന്, ആ വേർഡ് ഇമ്പോർട്ടൻ്റ് ആണ്, എന്ന് നീ കാണുന്നല്ലോ. അപ്പം എൻ്റെ പൊന്നച്ച, യജമാനൻ ഇതെല്ലാം കാണുന്നുണ്ട്. നമ്മുടെ ഞെരുക്കവും നമ്മുടെ ഉഴപ്പും നമ്മുടെ അലസതയും നമ്മുടെ ടെക്നിക്കും നമ്മുടെ പരിപാടി എല്ലാം ആര് കാണുന്നുണ്ട്? പക്ഷെ പുള്ളി ഒരു വിശാലതയ്ക്ക് വേണ്ടി ഇടപെടുന്നില്ല. കൂടുണ്ടോ? നാം ചെന്ന് പറയുന്നത് വരെ കർത്താവ് വെയിറ്റ് ചെയ്യും. കൂടുണ്ടോ നിങ്ങൾ? ഒരിക്കൽ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ ഒരു ഭാഗം ഒന്ന് തൊട്ടു പോകാമേ. മർക്കോസിൻ്റെ സുവിശേഷത്തിൽ യേശു കർത്താവ് ശിഷ്യന്മാരുടെ അക്കരയ്ക്ക് പടകിൽ കയറി യാത്ര ചെയ്ത് പോവുക. അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പം കുറച്ച് കഴിഞ്ഞപ്പോൾ കർത്താവ് അമരത്ത് തലയണ വെച്ച് കിടന്നങ്ങ് ഉറങ്ങി. നിങ്ങൾ വായിച്ചിട്ടുണ്ടോ ആ ഭാഗം? കർത്താവ് കിടന്നങ്ങ് ഉറങ്ങി. അപ്പം ഞാൻ ഈ കർത്താവിനോട് ഇടയ്ക്ക് ചോദിച്ചു, കർത്താവേ, അങ്ങ് എന്താ ഉറങ്ങിപ്പോയേ? അങ്ങനെ ചുമ്മാതെ നിങ്ങൾ ഇതുപോലുള്ള പോഷത്തരമായ ചോദ്യമൊക്കെ ചോദിക്കണം. ഇൻട്രസ്റ്റിംഗ് മറുപടികൾ ദൈവം നമ്മളോട് പറയും. ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവേ, തലവേദനയോ അല്ലെങ്കിൽ എന്തെങ്കിലും ശാരീരിക ക്ഷീണം നിമിത്തം അങ്ങ് ഉറങ്ങിയതാണോ? അല്ലെ പകൽ മുഴുവൻ ഈ പുരുഷാരത്തെ ഉപമയൊക്കെ പറഞ്ഞ് ഉപദേശിച്ചിട്ട് പോകുന്ന വഴിക്ക് കർത്താവ് ഒരു ഇച്ചിരി ടൈം കിട്ടിയപ്പോൾ ഉറങ്ങിയതാണോ? എന്നാ റീസൺ എന്നാന്ന് ചോദിച്ചപ്പോൾ, അച്ഛാ, കർത്താവ് എന്നോട് പറഞ്ഞൊരു മറുപടി എന്നാന്നറിയാം, മോനെ, ഈ പടകി മൊത്തം 12 പേരുണ്ടായിരുന്നു. പടകി മൊത്തം 12 പേരുണ്ടായിരുന്നു. ഏതേലും ഒരുത്തൻ എൻ്റെ അടുക്ക വന്ന് മിണ്ടിയും പറഞ്ഞു വരുന്നായിരുന്നു, ഞാൻ ഉറങ്ങിയല്ലായിരുന്നെന്ന്. ഏതേലും ഒരുത്തൻ. ഈ 12 എണ്ണത്തിൻ്റെ കാര്യം ചെയ്തപ്പോൾ എനിക്ക് ഇച്ചിരി സമയം കിട്ടി, ഞാൻ കിടന്നുറങ്ങി. കൂടെ ഉണ്ടോ നിങ്ങൾ? ഈ നമ്മുടെ പടകിൽ പലപ്പോഴും കർത്താവ് ഉറങ്ങുന്നതിൻ്റെ കാര്യം എന്നാണെന്നറിയാമോ വെച്ചാൽ നമ്മൾ മിണ്ടാത്തോണ്ടാ. നിങ്ങൾ കേട്ടില്ല? സ്തോത്രം. നമ്മുടെ പടകിൽ കർത്താവ് ഉറങ്ങുന്നതിൻ്റെ കാര്യം എന്നാണെന്നറിയോ? സാജൻ പാസ്റ്ററിനെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, ദൂത് പറഞ്ഞിട്ട് പോയ പ്രവാചകനെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, കേട്ട ഇന്നലകളിൽ കേട്ട ദൈവശബ്ദത്തെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇന്നിൻ്റെ മേഖലകളിൽ നിന്റെ പടകിൽ കർത്താവ് ഉറങ്ങാനുള്ള റീസൺ എന്നാണെന്നറിയാവോ? അതുകൊണ്ട് പ്രവാചക പുസ്തകങ്ങളിൽ ഇങ്ങനെ ഒരു വാക്ക് എഴുതി വെച്ചിട്ടുണ്ട്, അവന് സ്വസ്ഥത കൊടുക്കരുതെന്ന്. അമ്മ പറയാമോ? പ്രാർത്ഥിക്കാൻ ദൈവം നിനക്ക് അധികാരം തന്നിട്ടുണ്ടെങ്കിൽ നിന്റെ നാവിനെ ചലിപ്പിച്ച് നീ പ്രാർത്ഥിച്ചു തുടങ്ങിയാൽ ദൈവ പ്രവർത്തികൾ നിന്റെ ഭവനത്തിനകത്ത് ഉറങ്ങിപ്പോകത്തില്ല. ദൈവിക പ്രവർത്തികൾ നിന്റെ കുടുംബത്തിനകത്ത് നിശ്ചലമാകത്തില്ല. ദൈവത്തെ ചലിപ്പിക്കുന്ന പ്രാർത്ഥനയുടെ ശബ്ദമുയരണം. നിങ്ങൾ കേട്ടോണേ, കർത്താവ് ഇങ്ങനെ കിടന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോഴേ ഒരു വാക്ക് അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്, പടക് മുങ്ങാറായെന്ന്. കാറ്റടിച്ചു, തിരമാലകൾ പൊങ്ങി, വെള്ളം കയറാൻ തുടങ്ങി, പടക് മുങ്ങാറായി. ഈ പടക് മുങ്ങാറായിട്ടും കർത്താവ് എഴുന്നേൽക്കുന്നില്ല. സത്യം പറഞ്ഞ ഈ മുങ്ങാറായ പടകെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ ആയിരിക്കും സ്ഥിതി? ആടി ഉലഞ്ഞ് കാറ്റത്ത് കിടന്ന് കറങ്ങി വെള്ളമൊക്കെ ഇരച്ചതിനകത്തോട്ട് കയറി. എൻ്റെ ചിന്തയെന്ന് പറയുന്നത്, അമരത്ത് കിടന്നുറങ്ങുന്ന യേശു കർത്താവിൻ്റെ കാലയിലെങ്കിലും ഈ വെള്ളം വന്ന് മുട്ടിക്കാണും. അല്ലെങ്കിൽ വീശി അടിച്ച കാറ്റിൻ്റെ ശക്തി കർത്താവിൻ്റെ ദേഹത്ത് വന്ന് അടിച്ചു കാണും. അല്ലെങ്കിൽ ഉയർന്നു പൊങ്ങിയ തിരമാലകളുടെ ഒരു തുള്ളിയെങ്കിലും കർത്താവിൻ്റെ മുഖത്ത് വന്ന് വീണ് കാണും. പക്ഷേ ഉയർന്നു പൊങ്ങിയ കാറ്റിൻ്റെ മുൻപിലോ ഉയർന്ന് പടകിലേക്ക് വീണ തിരമാലകളുടെ അകത്തോ പടക് മുങ്ങാറായിട്ടോ കർത്താവ് എഴുന്നേൽക്കുന്നില്ല. ഞാൻ ചോദിച്ചു, കർത്താവെ, അങ്ങെന്താ എഴുന്നേക്കാത്തേ? അങ്ങെന്താ എഴുന്നേക്കാത്തേ? അടുത്തൊരു വാക്ക് ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത്, നാഥ, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ എന്ന് ചോദിച്ചപ്പോൾ കർത്താവ് ചാടി എഴുന്നേറ്റു. അമ്മ പറയാമോ? വീശിയടിച്ച കാറ്റിൻ്റെ മുൻപിലല്ല കർത്താവ് എഴുന്നേറ്റ്.
ഉയർന്നു പൊങ്ങിയ തിരമാലകളുടെ മുമ്പിലല്ല കർത്താവ് എഴുന്നേറ്റ്, പടക് മുങ്ങാറായപ്പോഴല്ലേ കർത്താവ് എഴുന്നേറ്റ്. കുഞ്ഞ്, നിന്റെ പ്രാർത്ഥനയുടെ മുമ്പിൽ ഞാൻ എഴുന്നേൽക്കും. നീ വന്നൊന്ന് എന്നോട് അപേക്ഷിക്കാൻ തുടങ്ങിയാൽ, ആമേൻ, സ്തോത്ര. കർത്താവ് എന്തിനാ വെയിറ്റ് ചെയ്യുന്നതെന്ന് അറിയാമോ? 12 എണ്ണം കൂടെ ചേർന്ന് എന്നോട് പറയുന്നത് വരെ ഞാൻ ഉറക്കം നടിച്ച് ഇവിടെ കിടക്കുക. കാര്യം എന്നാണെന്നറിയാമോ? ഞാൻ ആഗ്രഹിക്കുന്നത് തിരമാലയുടെ ശബ്ദം കേൾക്കാനല്ല. ഞാൻ ആഗ്രഹിക്കുന്നത്, ആമേൻ, സ്തോത്രം, കാറ്റിൻ്റെ, ആമേൻ, ശബ്ദം കേൾക്കാനല്ല. ഞാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ കുഞ്ഞുങ്ങൾ എന്നോട് നിലവിളിച്ച് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുടെ ശബ്ദത്തിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുകയാ. നാം ചെന്ന് പറയാത്തടത്തോളം കാലം തമ്പുരാൻ ഇടപെടുകയല്ല. ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കുന്നു, നാം ചെന്ന് പറയാത്തടത്തോളം കാലം ദൈവം എന്ത് ചെയ്യല്ല. അതുകൊണ്ട് ഇന്ന് പകലിൽ കർത്താവിനോട് പോയി പറയണം, കർത്താവേ, ഞങ്ങൾ പാർക്കുന്ന ഈ ഇടം ഞങ്ങൾക്ക് ഇടുക്കമാണെന്ന് നീ കാണുന്നല്ലോ. നീ എന്ത് ചെയ്യണം? ഈ വിഷയത്തിൽ ഇടപെടണം. എന്നിട്ട് ഇവർ പറയുന്നൊരു വാക്ക് എന്നാണെന്നറിയാമോ? 2-ാമത്തെ വാക്യം, ഞങ്ങൾ യോർദാനോളം ചെന്ന്. ശ്രദ്ധിച്ചോണേ, ഞങ്ങൾ യോർദാനോളം ചെന്ന്. മതി ബ്രദറെ, വെയിറ്റ് ചെയ്ത്. എന്താ യോർദാൻ? ഹെർമോന്യ മഞ്ഞുമലകളെ ഉരുക്കിക്കൊണ്ട് താഴോട്ട് കുത്തൊഴുകി വരുന്ന യോർദാനാണ്. എൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, വേനൽക്കാലമാകുമ്പോൾ കര കവിഞ്ഞൊഴുകും, കൊയ്ത്തുകാലമാകുമ്പോൾ വിളകളെ ഇവൻ നശിപ്പിക്കും. കൂടുണ്ടോ നിങ്ങൾ? വേനൽക്കാലമാകുമ്പോൾ കരകവിഞ്ഞൊഴുകി കൊയ്ത്തുകാലത്തെ വിളകളെ നശിപ്പിക്കുന്ന ഒരു സ്വഭാവം ആർക്കുണ്ട്? യോർദാനുണ്ട്. യോർദാന് മറ്റൊരു വിളിപ്പേരുണ്ട്, മരണയോർദാൻ എന്ന്. എന്നതാ? മരണയോർദാൻ. അതിൻ്റെ അർത്ഥം, ആമേൻ, യോർദാങ്കൽ അല്ലെങ്കിൽ യോർദാനിൽ പോയവർ, ആമേൻ, യോർദാൻ ഇവരെ വിഴുങ്ങിക്കളയുന്ന ഒരു സ്വഭാവം ആർക്കുണ്ട്? യോർദാനുണ്ട്. അതുകൊണ്ട് മരണയോർദാൻ എന്ന് ഇതിനൊരു വിളിപ്പേരുള്ളത്. അവൻ ഇവർ പറഞ്ഞൊരു വാക്ക് കേൾക്കണേ, ഞങ്ങളുടെ ആലയത്തിൻ്റെ വിശാലതയ്ക്ക് വേണ്ടി ഞങ്ങൾ മരണത്തോളം പോവാന്ന്. പിടികിട്ടിയോ? യജമാനെ, ഞങ്ങൾ യോർദാൻ വരെ പോകാൻ റെഡിയാണ്. അതിൻ്റെ അർത്ഥം, മരണത്തോളം പോയാലും we need an expansion. ഞങ്ങൾക്കൊരു വിശാലത വന്നേ. കൂടുണ്ടോ നിങ്ങൾ? എത്ര പേരെ പറയുന്ന, കർത്താവേ, മരണത്തോളം പോകാൻ ഞങ്ങൾ റെഡിയാ, ഏതറ്റം വരെ പോകാനും ഞങ്ങൾ റെഡിയാ. പക്ഷെ ഒരാത്മീക വിശാലത ഞങ്ങളുടെ സഭയിൽ ദൈവം തന്നേ പറ്റത്തുള്ളൂ. എൻ്റെ കുടുംബത്തിനകത്തൊരു സ്പിരിച്വൽ എക്സ്പാൻഷൻ ഞങ്ങൾക്ക് തന്നേ പറ്റത്തുള്ളൂ. അമ്മേ പറയാമോ? എത്ര പേർ ആഗ്രഹിക്കുന്ന ഇങ്ങനൊന്ന് മരണത്തോളം ചെല്ലാൻ? അതുകൊണ്ട് ആമൻ, കൊരിന്ത്യർ ലേഖനം 1 കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായം 32-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത്, ഞാൻ എഫെസോസിൽ വെച്ച് മൃഗയുദ്ധം ചെയ്തത് വെറും മാനുഷികമെന്ന് വരികിൽ എനിക്കെന്ത് പ്രയോജനമാണ്? കേട്ടോണേ, ഞാൻ എഫെസോസിൽ വെച്ച് മൃഗയുദ്ധം ചെയ്തെന്ന്, മൃഗങ്ങളോട് യുദ്ധം ചെയ്തെന്നും മൃഗങ്ങളെ പോലെയുള്ള മനുഷ്യരോട് യുദ്ധം ചെയ്തെന്നുമൊക്കെ പല വ്യാഖ്യാനങ്ങൾ ഇതിനുണ്ട്. പക്ഷേ എന്നിരുന്നാലും എന്ത് തന്നെയാണേലും പൗലോസ് അപ്പോസ്തലൻ പറയുക, ദൈവരാജ്യത്തിൻ്റെ വിസ്തൃതിക്ക് വേണ്ടി എന്നിൽ ദൈവം പകർന്ന, ആമേൻ, സ്തോത്രം, ദൈവിക പരിജ്ഞാനത്തെ ജാതികളുടെ ഇടയിൽ അറിയിക്കുന്നതിന് വേണ്ടി ഞാൻ എഫെസോസിൽ വെച്ച് മൃഗയുദ്ധം ചെയ്തെന്ന്. നമ്മുടെ അകത്ത് ആരെങ്കിലും മൃഗയുദ്ധം ചെയ്തവരുണ്ടോ? പക്ഷെ പൗലോസ് പറയും, ഞാൻ എന്ത് ചെയ്തു? ഒരു സ്പിരിച്വൽ എക്സ്പാൻഷന് വേണ്ടി മൃഗയുദ്ധം ചെയ്തു. ഇനി നിങ്ങൾ കേട്ടോണേ, കൊലോസ്യ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 29-ാമത്തെ വാക്യം 25 മുതൽ 29 വരെ വായിക്കുമ്പോൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, ഞാൻ വേഗത്തിലൊന്ന് ഓടിച്ച് വായിക്കാം. നിങ്ങൾക്ക് വേണ്ടി ദൈവം എനിക്ക് നൽകിയിരിക്കുന്ന ഉദ്യോഗപ്രകാരം ദൈവവചന ഘോഷണം നിവർത്തിക്കേണ്ടതിന് ഞാൻ സഭയുടെ ശുശ്രൂഷകനായിരിക്കുന്നു. അത് പൂർവ്വകാലങ്ങൾക്കും തലമുറകൾക്കും മറഞ്ഞു കിടന്ന മർമ്മം എല്ലാം പറഞ്ഞിട്ട്, ആമേൻ, സ്തോത്രം, പൗലോസ് പറയുകയാണ്, ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനാക്കി നിർത്തേണ്ടതിന്, ആമേൻ, ഏത് മനുഷ്യനെയും പ്രബോധിപ്പിക്കുകയും ഏത് മനുഷ്യനോടും സകല ജ്ഞാനത്തോടും കൂടി ഉപദേശിക്കുകയും ചെയ്യുന്നു. അടുത്ത വാക്യം, അതിനായി ഞാൻ എന്നിൽ ബലത്തോടെ വ്യാപരിക്കുന്ന
അവൻ്റെ വ്യാപാര ശക്തിക്കൊത്തവണ്ണം പോരാടിക്കൊണ്ട് അധ്വാനിക്കുന്നു. എന്തിനാണെന്നറിയാമോ? എൻ്റെ അകത്ത് ലഭിച്ചൊരു മർമ്മമുണ്ട്. മഹത്വത്തിൻ്റെ പ്രത്യാശയാകുന്ന ക്രിസ്തു എൻ്റെ അകത്ത് ഉണ്ടെന്നുള്ളൊരു മർമ്മം. ആ മർമ്മത്തിൻ്റെ പരിജ്ഞാനത്തെ ജാതികളോട് വെളിപ്പെടുത്തേണ്ടതിന് ഞാൻ എന്നിൽ പകർന്നിരിക്കുന്ന വ്യാപാര ശക്തിക്കൊത്തവണ്ണം പോരാടിക്കൊണ്ട് അധ്വാനിക്കുന്നെന്ന്. ആമേൻ പറയാമോ? അങ്ങനെ ദൈവരാജ്യത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി, ദൈവരാജ്യത്തിൻ്റെ വിസ്തൃതിക്ക് വേണ്ടി, ആലയത്തിൻ്റെ എക്സ്പാൻഷന് വേണ്ടി പോരാടി അധ്വാനിക്കുന്ന ആരുണ്ട്? ഹലോ, ഓരോരുത്തൻ ഓരോ മരം കൊണ്ടുവന്നായിരുന്നെങ്കിൽ സാജൻ പാസ്റ്റർ ഇന്ന് ഈ ചെയർ പോരായിരുന്നു. ഓരോരുത്തൻ യോർദാനിൽ പോകാൻ ഒന്ന് തയ്യാറെടുത്തിരുന്നെങ്കിൽ നമുക്കിത് പോരായിരുന്നേ. സ്വത്രം പറയോ? 12 മണിക്കൂറത്തെ രാത്രിയിലെ ഡ്യൂട്ടിക്ക് നമ്മൾ പോവും. പക്ഷെ ഓൾ നൈറ്റ് പ്രയറിന് വരെ നമ്മൾ എന്ത് ചെയ്യും? അലസരാകും. കൂടണ്ടോ? പ്രാർത്ഥിക്കാൻ വരെ നമ്മൾ അലസരാകും. കാര്യം എന്നാ? നമുക്ക് അവിടെ ഇച്ചിരി കോംപ്രമൈസ് നമ്മൾ തയ്യാറാകും. പക്ഷെ പൗലോസ് പറയുക, എങ്കിലും പ്രവർത്തികൾ 20:24, എങ്കിലും ഞാൻ എൻ്റെ പ്രാണനെ വിലയേറിയതായിട്ട് എണ്ണുന്നില്ല. എൻ്റെ ഓട്ടവും ദൈവകൃപയുടെ, ബുക്ക് ഓഫ് ആക്ട്സ്, യെസ്, എൻ്റെ ഓട്ടവും ദൈവകൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം പറയേണ്ടതിന് കർത്താവായ യേശു തന്ന ശുശ്രൂഷ തികയ്ക്കണമെന്ന് എനിക്കുള്ളെന്ന്. ആമേൻ പറയാമോ? ദൈവം നിന്നിൽ ഭരമേൽപ്പിച്ച ദൈവിക ദൗത്യത്തെ തികയ്ക്കാൻ വെമ്പലുകൊള്ളുന്ന ആരാ ഉള്ളേ? ആമേൻ പറയാമോ? ഹല്ലേലൂയ. കാലമെല്ലാം കഴിയും കേട്ടോ. ഇന്ന് കാണുന്നതല്ല കണ്ണിന്റെ മുൻപിൽ നിന്ന് അപ്രത്യക്ഷമായി പോകും. എങ്ങനെങ്കിലും ദൈവം ഏൽപ്പിച്ചത് തികയ്ക്കണമെന്ന് ആഗ്രഹമുള്ള ആരാ ഉള്ളേ? ദൈവമക്കളെ, ഡോളർ നേടാനല്ല ദൈവം ഇവിടെ കൊണ്ടുവന്നേ. ആമേൻ. ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ. സ്വന്തം ജന്മദേശം വിടാനുള്ള ബിബ്ലിക്കൽ കൺസെപ്റ്റ് എന്താ? എന്താ ഉള്ളേ? പണങ്ങിയോ? വാ, എന്താ ഉള്ളേ? ഹോം ടൗൺ, ബർത്ത് പ്ലേസ് വിടാനുള്ള ബിബ്ലിക്കൽ കൺസെപ്റ്റ് എന്താ? ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് വരെ പഠിച്ച മൈഗ്രേഷൻ ഉണ്ട്. മൈഗ്രേഷൻ ഈസ് ദെയർ. പക്ഷേ എപ്പോഴും ഓർത്തോണം, എക്സോഡസിൽ മൈഗ്രേഷന് പോകുന്നതിന് മുമ്പ് ആമേൻ മോശയോട് പറഞ്ഞൊരു കൽപ്പനയുണ്ട്. നിങ്ങൾ പോകുന്ന ദേശത്ത് പൊക്കോ, കുഴപ്പമില്ല, പക്ഷെ അവരുമായിട്ട് ഉടമ്പടി ചെയ്യരുതെന്ന്. അവരുമായിട്ട് അത് നിനക്കൊരു കെണിയായി മാറുമെന്ന് വായിച്ചിട്ടുണ്ടോ? പക്ഷെ നമ്മളെല്ലാവരും ഉടമ്പടി ചെയ്തതിൻ്റെ ആദ്യത്തെ തെളിവ് എന്നാന്നറിയാമോ? ലൈവാണോ മോനെ ഇത്? കുഴപ്പമില്ല, ഞാൻ ഏറെ കയറുമെന്നറിയാമില്ല, എന്നാലും അങ്ങ് പറയുക, കയറിക്കോട്ടെ. ഉടമ്പടി ചെയ്തതിൻ്റെ ആദ്യത്തെ തെളിവ് എന്നാന്നറിയാമോ? നമ്മുടെ പിള്ളേർ മലയാളം മറന്നെന്നുള്ളതാ. ആണ് പാസ്റ്ററെ. ഇനി ഇവൻ ഏത് മതാമേ കെട്ടിയെന്ന് പറഞ്ഞാലും ഇവൻ മലയാളിയാ. ഇവൻ ഉണ്ടാകാൻ പോകുന്ന കുഞ്ഞുങ്ങളും ഹാഫ് ഇന്ത്യൻ ആയിരിക്കും. അങ്ങനെയാണോ പറയുന്നത്? അങ്ങനെയല്ലേ പാസ്റ്റർ? കാലം എത്ര കഴിഞ്ഞെന്ന് പറഞ്ഞാലും അവൻ്റെ ജീനിൽ നിന്ന് പുറത്ത് വന്ന ഒരുത്തനെ നോക്കിയിട്ട് എല്ലാവരും പറയും ഇവൻ്റെ ഇവൻ്റെ റൂട്ട് കിടക്കുന്നത് ഇന്ത്യനാന്ന് പറയും. പക്ഷെ നമ്മളെല്ലാം ഇതങ്ങ് മറന്നു. ഓ, നിങ്ങൾ കേട്ടില്ല, നമ്മൾ മലയാളം മറന്നു. നമ്മൾ എല്ലാം എന്ത് ചെയ്തു? പിന്നെ ഇവിടെ വന്നു, സാരമില്ല, ദൈവം ഇവിടെ കൊണ്ടുവന്നതിൻ്റെ പിന്നിൽ ഉദ്ദേശം എന്നാണെന്നറിയാമോ? യേശു തന്ന ശുശ്രൂഷ തകയ്ക്കണമെന്ന്. ഈ ജന്മദേശം വിടാനുള്ള ബിബ്ലിക്കൽ കൺസെപ്റ്റിൽ ഒന്നാമത്തെ ഒരു കൺസെപ്റ്റ് എന്നാണെന്നറിയാമോ? നിങ്ങൾ ഭൂലോകമെമ്പാടും എൻ്റെ സാക്ഷിയാകാനാണ്. കൂടെ ഉണ്ടോ നിങ്ങൾ? ഇവിടെ വന്ന് സിറ്റിസൺ ആകാൻ വേണ്ടി നിങ്ങൾ ലോകത്തെങ്ങും പൊക്കാനല്ല പറഞ്ഞേക്കുന്നേ. നിങ്ങൾ എൻ്റെ സാക്ഷിയാകാൻ പൊക്കോ. ഇനി ഒരു ജോലി കിട്ടി ഇവിടെ വന്നു, നല്ല കാര്യമാണ്. അല്ലെങ്കിൽ മൈഗ്രേറ്റ് ചെയ്ത് ഈ രാജ്യത്ത് വന്നു, നല്ല കാര്യമാണ്. പക്ഷെ സാക്ഷിയാകുന്നെന്ന് മറക്കരുത് കേട്ടോ. ആമേൻ പറയാമോ? ദൈവം നിന്നെ ഏൽപ്പിച്ച വർക്ക് പ്ലേസിൽ,
ദൈവം നിന്നെ ആക്കിയിടത്ത്, ദൈവം നിന്നെ പാർപ്പാൻ ആമൻ ആമൻ നിർത്തിയ പട്ടണത്തിൽ ദൈവത്തിൻ്റെ സാക്ഷിയാകാൻ മറന്നു പോവരുത്. അതുകൊണ്ട് അവൻ ഫിലിപ്പി ലേഖനത്തിൽ ഇങ്ങനൊരു വാക്കുണ്ട്, എനിക്ക് എപ്പോഴും ആമേൻ എന്നെ എപ്പോഴും പേടിപ്പിക്കുന്ന ഒരു വാക്കുണ്ട്. ഫിലിപ്പി ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 19-ാമത്തെ വാക്യം വരെയുള്ള വാക്യങ്ങളിൽ, എങ്കിലും എനിക്ക് ലാഭമായിരുന്നതൊക്കെയും ക്രിസ്തു നിമിത്തം ഛേദമെന്നെണ്ണി. അതിൻ്റെ 11-ാമത്തെ വാക്യമാണ്. എല്ലാം പറയാൻ നേരമില്ലാത്തതുകൊണ്ട് ഞാൻ ഓടിപ്പോവുക. 11-ാമത്തെ വാക്യം ഇമ്പോർട്ടൻറ്റ്. അവൻ്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയും അനുഭവിച്ചറിയേണ്ടതിന് ഇങ്ങനെ വല്ല വിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുത്ഥാനം പ്രാപിക്കണമെന്ന് വെച്ച് ഞാൻ അവൻ്റെ നിമിത്തം സകലതും ചവറന്ന് വെച്ച് ഉപേക്ഷിക്കുന്നെന്ന്. ആ വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോ? ഇങ്ങനെ വല്ല വിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുത്ഥാനം പ്രാപിക്കണമെന്ന് വെച്ചിട്ട്. അച്ഛാ, ആരാ അച്ഛാ ഇത് പറഞ്ഞേ? 13 ലേഖനങ്ങൾ ദൈവസഭയ്ക്ക് കൈമാറിയ അതികായകനാകുന്ന ഒരു അപ്പോസ്തലൻ, ഞാൻ കർത്താവിങ്കൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിച്ചു തരികയും ചെയ്യുന്നത് എന്തെന്നാലെന്ന് പറഞ്ഞ അപ്പോസ്തലൻ, 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ട പൗലോസ് എന്ന് പറയുന്ന ഭക്തനായ മനുഷ്യൻ, വെളിപ്പാടുകളുടെ ആധിക്യം നിമിത്തം ആമേൻ സ്തോത്രം, വെളിപ്പാടുകൾ കൊണ്ട് നിറയപ്പെട്ട ഭക്തനായ ഒരു മനുഷ്യൻ പറയുക, ഇങ്ങനെ വല്ല വിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുത്ഥാനം. അച്ഛാ, 13 ലേഖനം കൈമാറിയ ഞാൻ കർത്താവിങ്കൽ നിന്ന് പ്രാപിക്കുക എന്ന് പറഞ്ഞ് അവൻ ദൈവത്തിങ്കൽ നിന്ന് നേരിട്ട് പ്രാപിച്ച പ്രാഗൽഭ്യമുള്ള വെളിപ്പാടുകളുടെ ആധിക്യം നിമിത്തം 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ട പൗലോസിന് ഇത് വല്ല വിധേനയാണെങ്കിൽ നമ്മുടെ കാര്യമോ? കേട്ടില്ല. മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുത്ഥാനം പൗലോസ് പറയുന്നു, എനിക്കിത് വല്ല വിധേനയാണെങ്കിൽ. വല്ലപ്പോഴും പ്രാർത്ഥിക്കുന്ന നമ്മുടെ കാര്യം എങ്ങനെ ആയിരിക്കും? വേണ്ടും പോലെ വചനം ധ്യാനിക്കാത്ത, വേണ്ടും പോലെ ദൈവസന്നിധിയിൽ അടുത്തു വരാത്ത, വേണ്ടും പോലെ ദൈവിക കൃപാവരങ്ങളെ, ദൈവമേൽപ്പിച്ച ശുശ്രൂഷകളെ ഗണ്യമാക്കാതെ അലസമാകുന്ന നമ്മുടെ കാര്യത്തിൽ എത്രയധികമായിരിക്കും? അങ്ങനെയാണെങ്കിൽ ഇന്ന് പകലിലെ പ്രാർത്ഥന ഒരൊറ്റ പ്രാർത്ഥനയുള്ളൂ. കർത്താവേ, നീ തന്ന ശുശ്രൂഷ തികച്ച് അവൻ നിന്റെ രാജ്യത്തിന്റെ ഓഹരിക്കാരനാകാൻ എങ്ങനെയെങ്കിലും വല്ല വിധേനെ മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുത്ഥാനത്തിന് എന്നെ കൂടെ പ്രാപ്തനാക്കണേ. 2 കാര്യം എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. വേഗത്തിൽ അങ്ങോടുകയാണ്. 1 നമ്മുടെ മരണം, 2 കർത്താവിൻ്റെ ആഗമനം. ഇത് 2 എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. പക്ഷെ ഇതിന് 2 വേണ്ടിയും ഒരുങ്ങിയിരിക്കുന്നവരെയാ ദൈവത്തിന് ആവശ്യം. അതുകൊണ്ട് ഭക്തൻ മരണത്തിന് മുമ്പ് എഴുതി വെച്ചു. മരിച്ച് കഴിഞ്ഞ് മൂക്കി പഞ്ഞിയും വെച്ച് കിടക്കുമ്പം പാസ്റ്റർമാർ വന്ന് പറയേണ്ട ഡയലോഗല്ല. ആ ഡയലോഗ് മരിക്കുന്നതിന് മുമ്പ് ഭക്തൻ എഴുതി തിമത്തിയോസിന്, ഞാൻ നല്ല പോർ പൊരുതിയെന്ന്. ആരാ എന്നെ കേൾക്കുന്നേ? ഞാൻ നല്ല പോർ പൊരുതി, ഞാൻ ഓട്ടം തികച്ചു, ഞാൻ വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്ക് വേണ്ടി വെച്ചിരിക്കുന്നെന്ന്. ആമേൻ പറയാമോ? മരിക്കുന്നതിന് മുൻപേ, റോമാ ഗവൺമെന്റിന്റെ ഈർച്ചവാൾ കഴുത്തിൽ വന്ന് വീഴുന്നതിന് മുൻപേ ഭക്തൻ എഴുതി, ഞാൻ പൊരുതി. ഹല്ലേലൂയ. ദൈവമക്കളെ, നാം മരിച്ചു കിടക്കുമ്പം ഏതെങ്കിലും പാസ്റ്റർ വന്ന് പറയേണ്ടതല്ല, ഈ ബ്രദർ നല്ല പോർ പൊരുതിയെന്ന്. നോ. മരണം പടിവാതിക്കൽ നിന്ന് മുട്ടുന്നതിന് മുൻപേ അകത്ത് പറയാൻ ധൈര്യം വേണം, ഞാനോ ഇപ്പോൾ പാനീയയാഗമായി ഒഴിക്കപ്പെടുന്നു. ആമേൻ. എൻ്റെ നിര്യാണകാലം അടുത്തു, ഞാൻ നല്ല പോർ പൊരുതി, ഞാൻ ഓട്ടം തികച്ചു. ഹല്ലേലൂയ. അങ്ങനെ പറയാൻ ധൈര്യമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കരമുയർത്തി ഒരാമേൻ പറ. ഇന്ന് രാത്രിയിൽ അതിനു വേണ്ടി ഒരുങ്ങുന്ന ഒരു തലമുറ ഇതിനകത്ത് എഴുന്നേൽക്കട്ടെ. കേട്ടോണേ, നമ്മുടെ അകത്തെ വാഞ്ച ഒരൊറ്റ വാഞ്ചയായിരിക്കണം, എങ്ങനെങ്കിലും കർത്താവേ ഞങ്ങളുടെ ഇന്നത്തെ സ്ഥിതിക്കൊരു മാറ്റം തരണം. അതിനുവേണ്ടി ഇവർ പറയുക, ഞങ്ങൾ യോർദാനോളം പോകാൻ ഞങ്ങൾ റെഡിയാണ്. പക്ഷെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോണേ, അവിടെ എത്തി, യോർദാങ്കിലെത്തി, ഇവർ പണി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, ആമേൻ, ആ ഭാഗങ്ങളൊന്നും വിശദീകരിക്കാൻ ഒരു നേരം ഇല്ലാത്തതുകൊണ്ട് ഓടുകയാണേ. പണി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേ, എന്നാൽ ഒരുത്തൻ ഒരു മരം മുറിക്കുമ്പോൾ കോടാലി ഊരി വെള്ളത്തിൽ വീണു. ശ്രദ്ധിച്ചോണേ, പെട്ടെന്ന് ഇവരിങ്ങനെ എല്ലാവരും കൂടെ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്, മരം മുറിച്ചുകൊണ്ടിരിക്കുകയാണ്.
ഇവരുടെ അധ്വാനം ഒരൊറ്റ ചിന്തയേ ഉള്ളൂ, എങ്ങനെങ്കിലും ഈ ശുശ്രൂഷ തികച്ച് ഞങ്ങളുടെ ആത്മീക സ്ഥലത്തിൻ്റെ ഒരു വിശാലത വെളിപ്പെടണം. അതുകൊണ്ട് ഇവരിങ്ങനെ പണിയെടുത്തുകൊണ്ടിരിക്കുമ്പോഴേ ഒരുത്തം മരം മുറിക്കുമ്പോൾ കോടാലി ഊരി വെള്ളത്തിൽ പോയി. ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവേ ഇത് പെട്ടെന്ന് ഊരിപ്പോയതാണോ? കൂടെ വരണേ, ഇത് പെട്ടെന്ന് ഊരിപ്പോയതാണോ? അപ്പോൾ തമ്പുരാനോട് പറഞ്ഞു, മോനെ ഇത് പെട്ടെന്ന് ഊരിയതല്ല, ഇത് പതുക്കെ ഊരിപ്പോയതാണ്. ഹലോ കേൾക്കണേ, ഇത് പെട്ടെന്ന് ഊരിപ്പോയതല്ല. സ്പിരിച്വൽ ലോസ് ബ്രദറെ എപ്പോഴും സംഭവിക്കുന്നത് ഗ്രാജുവലി ആയിരിക്കും. നീ പോലും അറിയാതെ ഈ സാധനം ഊരിപ്പോവും. കൂടണ്ടോ? നീ പോലും അറിയാതെ ഇത് ഊരിപ്പോവും. ആത്മീക നഷ്ടങ്ങൾ നിങ്ങൾ നോക്കിക്കോ. ബാക്ക് സ്ലൈഡേഴ്സ്, പിന്മാറ്റത്തിൽ പോകുന്നവരച്ചാ ഒറ്റ ദിവസം കൊണ്ട് എന്നാൽ ഞാനങ്ങ് പിന്മാറിയേക്കാം. അങ്ങനല്ല. അടുത്ത ആഴ്ച പോലും ഞാനങ്ങ് തീരുമാനിക്കുക, അങ്ങനല്ല ബ്രദറെ. പതുക്കെയാ ഈ പിന്മാറ്റം തുടങ്ങുന്നത്. എപ്പോഴും ഓർത്തോണേ, സാംസ് 1 ഒരു വേർഡുണ്ട്. സങ്കീർത്തനങ്ങൾ 1 അധ്യായത്തിൽ ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴി നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ. അപ്പം നടന്നാ നിൽക്കും, നിന്നാ ഇരിക്കും, ഇരുന്നാ പിന്നെ കിടക്കും. സിമ്പിളാ. നടന്നാ എന്ത് ചെയ്യും? നമ്മുടെ ചിന്ത എന്ന് പറയുന്നത് നടക്കുക എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ 6 വാക്ക് കേട്ട് ഉഗാണ്ടയ്ക്ക് പോയി നടക്കുന്ന കാര്യമാണ്. അങ്ങനൊന്നും അല്ല. ദാറ്റ്സ് അവർ തിങ്കിങ് ആണ്. എവിടെ തോട്ട് പ്രോസസ്സിൽ കയറുന്ന നടപ്പാണ് ഈ നടപ്പെന്ന് പറയുന്നത്. ദുഷ്ടൻ്റെ ആലോചന എന്ന് പറയുന്നത് പിശാച് കൊണ്ടിടുന്ന ആലോചനയായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ അകത്ത് വരുന്ന തന്നെ. ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ എവിടെ എല്ലാം നടക്കുന്നവരുണ്ട് ഇല്ലേ? ഞാൻ പറഞ്ഞേ, ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ പെൻസിൽവാനിയ വഴി കറങ്ങി അല്ലേ, ന്യൂയോർക്ക് വരെയൊക്കെ പോയി എവിടെല്ലാമാണ് നമ്മുടെ ചിന്തകൾ നടക്കുന്നത്. ഈ ചിന്തകൾ നടന്നതാണ് പാപിയുടെ വഴി. എപ്പോഴും ഓർത്തോണം, തിങ്കിങ് ആണ് നമ്മുടെ ബിഹേവിയറിനെ സ്വാധീനിക്കുന്നത്. ആണോ? മൈ റൈറ്റ്? ഈ ബിഹേവിയറിൽ മാറ്റം ഉണ്ടായ നിന്റെ ബിലോങ്ങിങ്ങിൽ മാറ്റം ഉണ്ടാകും. നിങ്ങൾ വെറുതെ ആവശ്യമില്ലാത്ത ചിന്തിച്ചു നോക്കേ, നിങ്ങൾ ആവശ്യമില്ലാത്തവരുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കും. നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുക, നിങ്ങൾ അവരുമായിട്ടൊരു കൂട്ടായ്മ ഉണ്ടാക്കും. പിന്നെ നിങ്ങളുടെ ഇരിപ്പിടം അവിടെ ആയിരിക്കും. അപ്പോൾ ഓർത്തോണേ, ബാക്ക് സ്ലൈഡിങ് പെട്ടെന്ന് സംഭവിക്കുന്നതല്ല, ഇത് ഗ്രാജുവലി. കൂടുണ്ടോ? ഊരുന്ന ഇങ്ങനെ ഇളകി തുടങ്ങി ആരെങ്കിലും ഉണ്ട്, ഇന്ന് ഉറപ്പിച്ചിട്ടേ പോവാവൂ. യോർദാനി പോയിട്ട് നിലവിളിക്കാൻ നിൽക്കരുത്. ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവേ ഇത് ഊരിപ്പോകാനുള്ള റീസൺ എന്താ? ഊരിപ്പോകാനുള്ള റീസൺ എന്താ? അപ്പോൾ കർത്താവ് എന്നോട് പറഞ്ഞ 2 മറുപടി ഉണ്ട്. ഒന്നാമത്തെ മറുപടി എന്ന് പറയുന്നത്, മോനെ ഇടയ്ക്കെങ്കിലും ഇവനൊന്ന് ചെക്ക് ചെയ്തായിരുന്നെങ്കിൽ ഇത് ഊരത്തില്ലായിരുന്നു. ഇടയ്ക്കെങ്കിലും ഇവനൊന്ന് പിടികിട്ടുന്നുണ്ടോ? ഞാൻ പറഞ്ഞു, ഈ കോടാലി ഇങ്ങനെ നോക്കിയിട്ട് പണിയെടുക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഒന്ന് നോക്കിയായിരുന്നെങ്കിൽ. ഈ സത്യം പറഞ്ഞാലേ, ഈ നമുക്കൊരു സ്പിരിച്വൽ ചെക്കപ്പ് ഇല്ലാത്തതാ നമ്മുടെ പല ആത്മീയ നഷ്ടത്തിൻ്റെ കാരണം. ഇടയ്ക്കെങ്കിലും ഈ ഫുൾ ബോഡി ചെക്കപ്പ് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ? ഒന്ന് കൈവൊക്കെ. ആരുമില്ലേ? ചെയ്യാറില്ലേ? ഉണ്ട്. കൈവക്കാതിരിക്കുക. എന്നിട്ട് ഓക്കെ, നമ്മളൊക്കെ അല്ലേ നാട്ടിൽ പോകുമ്പോൾ ഒന്ന് നല്ല കാര്യമോ ചെയ്യണം കേട്ടോ. എപ്പോഴാണ് അടിച്ചു പോകുന്നതെന്ന് ഒരു ഡേറ്റയിലും അടുത്തിരിക്കുകയല്ലോ നമുക്ക്. അപ്പോൾ നോക്കണേ, ഇടയ്ക്കെങ്കിലും ഒരു ബോഡി ചെക്കപ്പ് നമ്മൾ ചെയ്യാറുണ്ട്. പക്ഷേ എപ്പോഴെങ്കിലും നമ്മളൊരു സ്പിരിച്വൽ ചെക്കപ്പിന് നമ്മുടെ ആത്മമനുഷ്യനെ കേട്ടിട്ടുണ്ടോ? പ്രാർത്ഥന എങ്ങനെ ഉണ്ടെന്ന് അറിയാൻ, ആരാധന എങ്ങനെ ഉണ്ടെന്ന് അറിയാൻ, ഉപവാസം എങ്ങനെ ഉണ്ടെന്ന് അറിയാൻ, ദൈവത്തോടുള്ള ബന്ധം എങ്ങനെ ഉണ്ടെന്ന് അറിയാൻ. നമ്മൾ ചുമ്മാതെ കാശ് കൊടുത്ത് വാങ്ങിക്കുന്ന ഇവിടുത്തെ ഉപ്പുവെള്ളമെല്ലാം അടിച്ച് പോകാൻ സാധ്യതയുള്ള വണ്ടി വരെ 1000 മൈലിൽ നമ്മൾ ഫസ്റ്റ് സർവീസിന് കയറ്റും. 5000 മൈലാവുമ്പോഴും 10000 മൈലാവുമ്പോഴും എല്ലാം പീരിയോഡിക്കൽ സർവീസസ് നമ്മുടെ വെഹിക്കിളിന് ഉണ്ട്. എൻ്റെ ചോദ്യം, നമ്മളാകുന്ന ആത്മമനുഷ്യൻ എന്ന് പറയുന്ന ഈ വണ്ടി ഒന്ന് സർവീസിന് കേട്ടിട്ട് കാലം എത്രയായി? എൻ്റെ പൊന്നു പാസ്റ്ററെ, സത്യമാണെങ്കിൽ സത്യം പോലെ പറയണേ, ഇവിടെ നിൽക്കുമ്പോൾ അറിയാം ഓടി തളർന്നതിനെ കാണുമ്പം അല്ലേ? ഇവിടെ കയറി നിൽക്കുമ്പോൾ അറിയാം ഓടി. നമ്മൾ ബൂസ്റ്റ് ചെയ്ത് കഴുകി ഒരു സ്വോത്രമൊക്കെ പറയാൻ വേണ്ടി നിങ്ങൾ എന്നാ ബന്ധപ്പാടാപ്പെടുന്നതെന്ന് അറിയാവോ? പമ്പ് ചെയ്ത് വായൊക്കെ തുറന്നു സ്തോത്രം. പിന്നെ ഈ എഫ് മേജറും ജി മൈനറും ഒക്കെ പിടിച്ച് നമ്മൾ ആ ഒരു മൂഡിനകത്തോട്ടൊക്കെ കയറുമ്പോഴത്തേക്കിന് കൈയൊക്കെ ഇങ്ങനെ അടിച്ച് കൂടെ വരണേ. അപ്പോൾ നോക്കണേ, ഒന്നാമത്തെ നഷ്ടത്തിൻ്റെ കാര്യം എന്നാണെന്നറിയാമോ? ചെക്കപ്പ് ഇല്ലായിരുന്നു.
നേരെ ഇല്ലാത്തതുകൊണ്ട് വിശദീകരിക്കാൻ സമയമില്ല. ഒന്നാമത്തെ നഷ്ടത്തിൻ്റെ കാര്യം ഇടയ്ക്കൊന്ന് ചെക്കപ്പ് ചെയ്തില്ല. ഇനി രണ്ടാമത്തെ നഷ്ടത്തിൻ്റെ കാര്യം എന്താണെന്നറിയാമോ? ഈ കോടാലി നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഓക്കെ, നമ്മുടെ മലയാളികളുടെ ആപ്പല്ല കേട്ടോ, ഇത് കോടാലിക്കുള്ള ആപ്പുണ്ട്. ഈ കോടാലിക്കൊരു പ്രത്യേകത ഉണ്ട്. കോടാലിക്കൊരു പിടിയുണ്ട്, കോടാലിയുണ്ട്. ഈ കോടാലിയും പിടിയും തമ്മിൽ ഇങ്ങനെ ഉറപ്പിച്ച് നിർത്താൻ എന്നാ ചെയ്യുന്നതെന്ന് അറിയാമോ? ഈ കോടാലിയുടെ ആകൃതിക്കനുസരിച്ച് ഈ പിടിയെ ഇങ്ങനെ ചെത്തി മിനുക്കും. എന്നിട്ട് ഇത് അങ്ങോട്ട് കയറ്റി വെക്കും. കയറ്റി വെച്ചിട്ട് ഉറച്ചില്ലെങ്കിൽ പിന്നെ പഠിച്ചതിനെ ഉറപ്പിക്കും. ഇപ്പോഴത്തെ കോടാലികളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടെ ഒരു സ്ക്രൂ ചെയ്യാറുണ്ട്. അത് ടൈറ്റൻ ചെയ്യുമ്പോഴത്തേക്കിന് ഇത് വികസിച്ച് അത് ഉറപ്പുടങ്ങിയിരിക്കും. അച്ഛാ പറ്റിയത് എന്നാണെന്നറിയാമോ? കോടാലിക്കൊരു മാറ്റം വന്നില്ല, ഈ പിടിയിലിരുന്ന് അവിടെ പോയി. കൂടെ ഉണ്ടോ? അല്ലെങ്കിൽ ഈ പിടിക്കെന്തോ ഒരു രൂപമാറ്റം കൂടെ വരുന്നുണ്ടോ? അഭിഷേകം ഊരിത്തെറിക്കാനുള്ള കാര്യം എന്നാണെന്നറിയാമോ ബ്രദറെ? പിടിയാകുന്ന നമ്മിൽ വന്ന മാറ്റ. കൂടെ ഉണ്ടോ? അഭിഷേകത്തിനൊരു മാറ്റവും സംഭവിച്ചില്ല, പക്ഷെ നിനക്ക് മാറ്റം സംഭവിച്ചാൽ അഭിഷേകം ഊരിത്തെറിച്ചു പോകും. അതിൻ്റെ അർത്ഥം നിന്റെ രൂപത്തിനനുസരിച്ച് മാറുന്ന ഒന്നല്ല അഭിഷേകം. അഭിഷേകത്തിനൊത്ത് നീ മാറിക്കണം. കൂടെ ഉണ്ടോ? നിന്റെ രൂപത്തിൽ മാറ്റം വരാൻ പാടില്ല, നിന്റെ സംസാരത്തിൽ മാറ്റം വരാൻ പാടില്ല, നിന്റെ ഇടപാടുകളിൽ മാറ്റം വരാൻ പാടില്ല. വന്നാൽ എവിടെയോ അഭിഷേകം ഇളകി തുടങ്ങും. ഒരു ഘട്ടമാകുമ്പോൾ ഇത് ഊരിത്തെറിക്കും. കൂടെ സ്വോത്രം. ആമേൻ. അതുകൊണ്ട് എന്നാ ചെയ്യരുത്? രൂപത്തിന് എന്ത് ചെയ്യരുത്? മാറ്റം വരരുത്. എനിക്കതൊക്കെ നിന്നൊന്ന് വിശദീകരിക്കണമെന്നുണ്ട്, പക്ഷെ നേരമില്ലല്ലോ. രൂപത്തിന് എന്ത് ചെയ്യരുത്? നാടോടുമ്പോൾ നടുവേ എന്ത് ചെയ്യരുത്? ഓടരുതെന്നാണ് ഞാൻ ഈ പറഞ്ഞേ. ഒന്ന്, ചെക്കപ്പില്ലായിരുന്നു. രണ്ട്, എന്ത് ചെയ്തു? രൂപത്തിനൊരു മാറ്റം വന്നു. ഇതിൻ്റെ റീസൺ എന്തിനാണെന്നറിയാമോ? ഇവൻ്റെ ആയുധത്തെ യോർദാൻ കവർന്നതിൻ്റെ റീസൺ എന്താണെന്നറിയാമോ? മോനെ വേഗത്തിലൊന്നെടുത്ത് ഫസ്റ്റ് സാമുവേൽ ചാപ്റ്റർ 13 വേഴ്സസ് 19. ഒന്ന് ശമൂവേലിന്റെ പുസ്തകം. എന്നാൽ ഇസ്രായേൽ ദേശത്തെങ്ങും ഒരു കൊല്ലനെ കാണാനില്ലായിരുന്നു. കേട്ടോണേ, നിങ്ങൾ ശ്രദ്ധിച്ചോണേ. എന്തിനാ നിന്നെ നിരായുധനാക്കുന്ന പിശാച്? യോർദാന്റെ ആഴങ്ങൾ എന്തിനാണ് നിന്റെ ആയുധത്തെ കവർന്നത്? ഒറ്റ മറുപടിയേ ഉള്ളൂ. ഒന്ന് ശമൂവേലിന്റെ പുസ്തകം 13:19 ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, എന്നാൽ ഇസ്രായേൽ ദേശത്തെങ്ങും ഒരു കൊല്ലനെ കാണാനില്ലായിരുന്നു. പക്ഷേ ഫെലിസ്ത്യർ ഒരു മാസ്റ്റർ പദ്ധതി ഉണ്ടാക്കി, ഒരു സ്ട്രാറ്റജി അവർ കൊണ്ടുവന്നു. ഇനി ഇസ്രായേൽ ദേശത്ത് ആര് വേണ്ട? കൊല്ലൻ വേണ്ട. കൊല്ലനുണ്ടെങ്കിൽ ആയുധം പുറത്തു വരും. കൂടെ ഉണ്ടോ? കൂടെ പറയണേ നിങ്ങൾ. കൊല്ലന്റെ ആയുധപ്പുരകൾ ഉണ്ടെങ്കിൽ ആയുധം പുറത്തു വരും. ഇത് തിരിച്ചറിഞ്ഞ ഫെലിസ്ത്യർ തീരുമാനിച്ചു, ഇനി കൊല്ലന്റെ ആയുധപ്പുരകൾ എവിടെ വേണ്ട? ഇസ്രായേൽ ദേശത്ത് വേണ്ട. ആമേൻ പറയാമോ? ഇന്നും പിശാചിന്റെ പദ്ധതി എന്നാണെന്നറിയാമോ? കൊല്ലന്റെ ആയുധപ്പുരകളെ അടച്ചിടുകയാണ്. എന്തിനാണെന്നറിയാമോ? നീ നിരായുധനാകണം. നിന്റെ ആയുധത്തെ എന്ത് ചെയ്യണം? നഷ്ടപ്പെടുത്തി കളയണം. കൊല്ലന്റെ ആയുധപ്പുരകൾ ഉണ്ടെങ്കിൽ മൂർച്ചയുള്ളത് പുറത്തു വരും. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കൊല്ലന്റെ ആയുധപ്പുരകൾ കണ്ടിട്ടുണ്ടോ? അവിടെ 3 പ്രത്യേകതകളുണ്ട്. ഒന്നാമത്തെ ഒരു പ്രത്യേകത, അവിടെ സദാസമയം കത്തി ജ്വലിക്കുന്ന തീക്കനലുണ്ട്. അവിടെ സദാസമയം കത്തി ജ്വലിക്കുന്ന തീക്കനലുണ്ട്. തുരുമ്പ് പിടിച്ച ക്ലാവ് പിടിച്ച എവിടെയോ മൂർച്ച നഷ്ടപ്പെട്ടു പോയ ഈ ആയുധത്തെ ആ തീക്കകത്തോട്ട് കയറ്റിവെക്കുമ്പോഴേ ആ പുറത്തുള്ള ക്ലാവെല്ലാം ഇളകി തുടങ്ങും, ആ പുറത്തുള്ള തുരുമ്പെല്ലാം ഇളകി തുടങ്ങും. എവിടെയോ മൂർച്ച നഷ്ടപ്പെട്ടതിന് വീണ്ടും ഈ തീ അങ്ങോട്ട് ചുട്ടുപടിപ്പിക്കാൻ തുടങ്ങും. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി വി ലോസ്റ്റ് ദ ഫയർ ഇൻ അവർ ചർച്ച്. എവിടെയോ ഈ തീ നഷ്ടപ്പെട്ടു പോയെങ്കിൽ ഇന്ന് പകലിൽ കൊല്ലന്റെ ആയുധപ്പുരയിൽ ആ തീ സഭയിൽ മടങ്ങി വരണം. ആമേൻ. നമ്മുടെ ക്ലാവിനെ എടുത്തു കളയുന്ന, നമ്മുടെ തുരുമ്പിനെ എടുത്തു കളയുന്ന, ആയുധത്തിന്റെ പുറമെ പറ്റിപ്പിടിച്ച ചിലതിനെ തീക്കകത്തിട്ട് നിർവീര്യമാക്കി കളയുന്ന കൊല്ലന്റെ ആയുധപ്പുരയിൽ തീ വെളിപ്പെടണം.
പക്ഷേ ഈ തീ നമുക്കിന്ന് നഷ്ടപ്പെട്ടു പോയി. കൂടെ ഉണ്ടോ നിങ്ങൾ? ഈ തീ എന്ത് ചെയ്തു? നമുക്ക് നഷ്ടപ്പെട്ടു. ഇന്ന് പകലിൽ നമുക്ക് വേണ്ടുന്നത് ഈ തീയ. അച്ഛാ, പിശാചിന്റെ തന്ത്രം ഇതാ, കൊല്ലന്റെ ആയുധപ്പുര അടയണം. ഹല്ലേലൂയ. നിങ്ങൾ കേട്ടോണേ, ഈ കൊല്ലന്റെ ആയുധപ്പുരയിൽ അടുത്തുള്ള ഒരു മെയിൻ കാര്യം എന്താണെന്നറിയോ? കൊല്ലന്റെ ആയുധപ്പുരയിൽ ആമേൻ അടിച്ചു പരത്താൻ കഴിവുള്ളൊരു കൂടമുണ്ട്. കണ്ടിട്ടുണ്ടോ? ഷേപ്പ്, ഹാമർ. ദർ ഈസ് എ ഹാമർ. തീ എന്താ? ഹോളി സ്പിരിറ്റ്. ഹാമർ എന്താ? വചനം. പക്ഷേ ഇന്ന് ഇത് രണ്ടും ഇല്ല നമുക്ക്. കൂടെ ഉണ്ടോ? വി ഹാവ് മ്യൂസിക്കൽ കൺസേർട്സ്, വി ഹാവ് കോൺഫറൻസസ്. കോടികൾ മുടക്കി നടത്തുന്ന വർഷാവർഷമുള്ള കോൺഫറൻസ്, മാമാങ്കങ്ങൾ. നമുക്ക് നോട്ട് അഗെയിൻസ്റ്റ് എനിത്തിങ്, ഞാനൊന്നിനും വിരോധമല്ല. പക്ഷേ ഈ കോൺഫറൻസ് കൊണ്ട് ഏതായുധമാണ് നന്നായിട്ടുള്ളത്? പറയാമോ? അച്ഛാ, തലമുറകളെ അഭിഷേകത്തിൽ പുറത്തെടുക്കുന്ന, തലമുറകളെ മൂർച്ചയുള്ളതാക്കി പുറത്തെടുക്കുന്ന കൊല്ലന്റെ ആയുധപ്പുരകളെ തുറക്കപ്പെടണ്ടേ? അച്ഛാ, വചനമെന്ന കൂടമെടുത്ത് അടിച്ചു പരത്തി നിന്നെ വീണ്ടും ആയുധമാക്കി മാറ്റുന്ന കൊല്ലന്റെ ആയുധപ്പുര വേണം. എന്റെ പൊന്നു ദൈവമക്കളെ, നമുക്ക് എപ്പോഴും ഇപ്പം സുഖിപ്പിക്കുന്ന മെസ്സേജ് കേൾക്കാനാണ് ഇഷ്ടം. ആണോ? നമ്മളെ മോഹിപ്പിക്കുന്ന, നിങ്ങൾ പണങ്ങിയോ? നമ്മുടെ രോഗത്തെ സൗഖ്യമാക്കുന്നു എന്ന് പറയുന്ന മെസ്സേജ് കേൾക്കുമ്പോൾ നമുക്ക് എന്നെ സുഖമാണ് അല്ലേ? അതാ നമ്മുടെ ഇഷ്ടം. എൻ്റെ പൊന്നു പാസ്റ്ററെ, പണ്ടൊക്കെ ഒരു പ്രവാചകന്റെ അടുക്ക പോകാൻ പേടിയായിരുന്നു. സത്യമല്ലേ? നിങ്ങൾ ആരെങ്കിലും ഇവിടെ ഉണ്ടോ? പണ്ടൊരു പ്രവാചകന്റെ മുന്നിൽ പോകാൻ നമുക്ക് കാര്യം, ഇന്നലത്തെ കുറവെല്ലാം കൂടെ ഇന്ന് പാസ്പോർട്ടിന്റെ നമ്പർ വിളിച്ച് പറയും. അയ്യോ ഇന്നങ്ങോട്ട് ചെന്ന് നിൽക്കുമ്പോഴേ ന്യൂസിലൻഡ്, കാനഡ, ഓസ്ട്രേലിയ എന്നൊക്കെ തുറന്ന് കേൾക്കുമ്പോഴേ നമുക്ക് പിന്നെ വിസ. അച്ഛൻ ഒന്നുകൂടെ കയറ്റി അങ്ങ് നിന്ന് എൻ്റെ കൂടെ വിസ അടിച്ചിപ്പോൾ തരും. പക്ഷേ പോയി നിന്ന് പേടിച്ചൊരു കാലം ഉണ്ടായിരുന്നു. ദൈവത്തോട് അടുപ്പിച്ച പ്രവാചകന്മാരുണ്ടായിരുന്നു. മനുഷ്യനെ, ദൈവസഭയെ ദൈവത്തോട് അടുപ്പിച്ചൊരു കാലം ഉണ്ടായിരുന്നു. ഇന്ന് മോഹങ്ങളോട് അടുപ്പിച്ചോണ്ടിരിക്കുമ്പോൾ പിശാചിന്റെ തന്ത്രമെന്തെന്ന് തിരിച്ചറിഞ്ഞ് കൊല്ലന്റെ ആയുധപ്പുരകൾ വീണ്ടും റിവൈവ് ആകണം. കാര്യം എന്താണെന്നറിയോ? മോനെ, വേഴ്സസ് 22 വന്നിട്ട് 22ാമത്തെ വാക്യം, ആകയാൽ so it came pass the day of battle. അതിന്റെ അർത്ഥം യുദ്ധസമയം വരുന്നുണ്ട്. കൂടണ്ടോ? അച്ഛാ, ഫെലിസ്ത്യർ നേരത്തെ തിരിച്ചറിഞ്ഞു യുദ്ധസമയം വരുന്നുണ്ടെന്ന്. ഇവർ തിരിച്ചറിഞ്ഞിട്ട് കൊല്ലന്റെ ആയുധപ്പുരകളെ അടച്ചിട്ടു. ആകയാൽ യുദ്ധസമയത്ത് ശൗലിനോടും നോക്കണേ, ശൗലിനും അവന്റെ മകൻ യോനാഥാനും മാത്രമേ, അയ്യോ, ഇസ്രായേൽ രാജ്യത്ത് ഇസ്രായേൽ ജനതയുടെ കരത്തിൽ ആകെ ആയുധമുള്ള 2 പേർ. എൻ്റെ ചോദ്യം, ദൈവം തന്ന ആയുധത്തെ ഇന്നും മൂർച്ചയുള്ളതായി സൂക്ഷിക്കുന്ന എത്ര പേരാ ഉള്ളേ? കൂടണ്ടോ? ബ്രദറെ, കാലം മാറും. പിടിച്ചു നിൽക്കാൻ കഴിയാത്ത കാലം മുന്നിൽ വരുന്നുണ്ട്. സമയം മാറും. ഇന്നത്തെ ഈ കാലഘട്ടമൊക്കെ മാറും. അയ്യോ, നമുക്ക് അനുകൂലമാകുന്ന ഭരണ സംവിധാനം വന്നെന്നും പറഞ്ഞ് സന്തോഷിച്ചിരിക്കല്ലേ? കാലമെല്ലാം മാറും. ആമേൻ പറയാൻ പറ്റുമെങ്കിൽ ആമേൻ പറ. ഈ രാത്രി തിരിച്ചു പിടിക്കണം. ഈ പകലിൽ തിരിച്ചു പിടിക്കണം. കർത്താവേ, എന്നെ നിരായുധനാക്കി കളയാൻ, എൻ്റെ ആയുധത്തെ നഷ്ടപ്പെടുത്തി കളയാൻ, എൻ്റെ പ്രാർത്ഥനയെ ഇല്ലാതാക്കി കളയാൻ, ദൈവം ഏൽപ്പിച്ച മൂർച്ചയുള്ളതിനെ പിശാച് കവർന്നെടുക്കാൻ പദ്ധതികൾ ഇടുമ്പോൾ, ലോർഡ്, ഐ നീഡ് ബാക്ക് മൈ വെപ്പൺ. എനിക്ക് ആ ആയുധത്തെ തിരിച്ചു വേണം. എനിക്ക് ആയുധം മടങ്ങി വേണം. കാര്യം വെച്ചാ, യുദ്ധസമയത്ത് പിടിച്ചു നിൽക്കണമെങ്കിൽ ആയുധം വേണം. എൻ്റെ ചോദ്യം, ഡു യു ഹാവ് ദ വെപ്പൺ?
ഇനി എൻ്റെ മുമ്പിൽ ഒരു 13 മിനിറ്റോ 15 മിനിറ്റോ ഉള്ളൂ. ഡു വി ഹാവ് ദ വെപ്പൺ? ഉണ്ടോ ജെയ്സൺ ബ്രദറെ? ഉണ്ടോ? ധൈര്യത്തോടെ പറ. ഇല്ലെങ്കിൽ, ഇളകി തുടങ്ങിയെങ്കിൽ, പോവാൻ സാധ്യതയുണ്ടെങ്കിൽ റൈജായ ഇന്ന് പകല് തിരിച്ചു പിടിക്കണം. സമയമില്ലാത്തതുകൊണ്ടാണ് ഇവൻ തിരിച്ചു പിടിക്കാൻ ഒത്തിരി കാര്യം ചെയ്തു. ഈ പോയതിനെ തിരിച്ചു പിടിക്കാൻ ഇവൻ ചെയ്ത ആദ്യത്തെ കാര്യം എന്നാണെന്നറിയോ? 1-2 കാര്യം പറഞ്ഞിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. എന്നാ ചെയ്തേ? പോയതിനെ തിരിച്ചു പിടിക്കാൻ ഇവൻ ചെയ്ത ആദ്യത്തെ കാര്യം അത് അവസാനമാണ്. അച്ഛന് 10 മാർക്ക് കുറഞ്ഞു. നേരത്തെ സ്കോർ ചെയ്ത് നിന്ന ആളാ. ഓക്കെ റൈജ ഒന്ന് പറയച്ച എന്തേലും ഒന്ന്. ഓക്കെ, എന്ത് തിരിച്ചറിഞ്ഞു? അച്ഛാ പോയെന്നറിഞ്ഞു. അയ്യോ പിടിയിട്ടില്ല. ഈ പോയത് തിരിച്ചു പിടിക്കണമെങ്കിലേ ആദ്യം പോയത് അറിയണം. പിടിയിട്ടേച്ചാ he realized that something is missed. അച്ഛാ ഈ ആത്മീയ നഷ്ടത്തിൻ്റെ പ്രശ്നം എന്നാണെന്നറിയാം അച്ഛാ? പോയതറിയല്ല. നിങ്ങളുടെ പോക്കറ്റിൽ നിന്ന് ഒരു $10 പോയി നോക്കട്ടെ, നിങ്ങളറിയും. നിങ്ങളുടെ ബാങ്ക് കാർഡിൽ നിന്ന് കോസ്കോയിൽ കയറി സാധനം വാങ്ങിച്ച് നിങ്ങളവിടെ ടാപ്പ് ചെയ്യുമ്പോൾ ടിങ് ഒരു മെസ്സേജ് ഓൺ ദി സ്പോട്ടിൽ നിങ്ങളുടെ മൊബൈലിലും വരും. അല്ല ടോമേ? $20 കോസ്കോയിൽ പോയിട്ടുണ്ടെന്ന്. പക്ഷേ ആത്മീയ നഷ്ടം തിരിച്ചു പിടിക്കാനുള്ള ഒരന്ത്രവും തിരിച്ചറിയാനുള്ള ഒരു ഫെസിലിറ്റിയും കൂടെ ഉണ്ടോ നിങ്ങൾ? സത്യം പറഞ്ഞ എൻ്റെ പാസ്റ്ററുകളെ, നമ്മുടെ ചർച്ചിൻ്റെ ഫ്രണ്ടില്ലേ ഇങ്ങോട്ട് കയറി വരുമ്പോൾ ഇത് സ്കാൻ ചെയ്തിട്ട് നമ്മൾ ഈ ഗ്രാഫ് കാണിക്കുന്ന വല്ല മെഷീനും ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു അല്ലേ? ഓക്കെ, അക്സ കയറി വരുമ്പോഴത്തേക്കിന്, അക്സ എൻ്റെ അനിയത്തി ആയതുകൊണ്ട് അവളുടെ പേരങ്ങ് പറയാം, കുഴപ്പമില്ലല്ലോ. അക്സ ഇങ്ങോട്ട് കയറി വരുമ്പോഴത്തേക്കിന് ഗ്രാഫ് 52%, ബാക്കി 48 അവിടെ പോയി. കൂടെ ഉണ്ടോ? ഇങ്ങനൊരു മിഷൻ നമുക്കുണ്ടായിരുന്നെങ്കിൽ നമ്മളൊക്കെ വന്നിരിക്കുന്ന ഇരിപ്പ് കണ്ടു കഴിഞ്ഞാൽ സ്വോത്രം നിങ്ങളെൻ്റെ കൂടെ ഉണ്ടോ? തിരിച്ചറിയാൻ പറ്റാത്തൊരു സാധനം വെച്ചാൽ ആത്മീയ നഷ്ടം. ഇന്ന് പകലിൽ നഷ്ടപ്പെട്ടത് അറിഞ്ഞവനെ തിരിച്ചു പിടിക്കാൻ പറ്റത്തുള്ളൂ. ഈ കാര്യം എന്നാണെന്നറിയാവോ? നമ്മൾ ഈ നഷ്ടപ്പെട്ടതിനെ തിരിച്ചറിയാത്തതിൻ്റെ കാര്യം എന്നാണെന്നറിയാവോ? നമുക്ക് നന്നായിട്ട് ഇതെങ്ങനെയാണെന്ന് അറിയാം കാര്യങ്ങൾ. നമ്മൾ പ്രാർത്ഥിക്കാൻ അറിയാത്ത ആരെങ്കിലും ഉണ്ടോ ഇതിനകത്ത്? നമ്മൾ ഇൻ്റർനാഷണൽ ഇൻട്രോ ഇട്ട് പ്രാർത്ഥിക്കും അല്ലേ? ഉന്നതനും ഉയർന്നവനും ശാശ്വതവാസിയും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനും എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവേ 1.5 മിനിറ്റ് ഇൻട്രോ. ഇത് കഴിഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ നമ്മൾ 1/2 മിനിറ്റ് പിന്നെയും കൂടെ. നിങ്ങളാരും അങ്ങനെ പ്രാർത്ഥിക്കുന്നവരല്ലല്ലോ. ഓക്കെ, എന്നിട്ട് വേണമെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഒത്തുവാക്യവും കൂടെ പറയും, വേണേ കുത്തുവാക്യം കൂടെ നമ്മൾ കയറ്റും. അപ്പം നമ്മൾ ഇതെല്ലാം നമ്മുടെ കയ്യിൽ. കാര്യം എന്നാണെന്നറിയാമോ റയിച്ചാൽ? നമ്മൾ പ്രാർത്ഥിക്കാൻ ശീലിച്ചു. we know how to pray, we know how to worship. നമുക്ക് കൈയടിക്കാൻ അറിയാം, നമുക്ക് പാടാൻ അറിയാം, നമുക്ക് പ്രാർത്ഥിക്കാൻ അറിയാം. വേണമെങ്കിൽ പാട്ടിൻ്റെ അവസാനം 4 വരി അന്യഭാഷ പറയാനും നമുക്കറിയാം. പക്ഷെ എൻ്റെ ചോദ്യം, മൂർച്ചയുണ്ടോ? ഹലോ, പ്രാർത്ഥനയുടെ മൂർച്ച ഇന്നും കയ്യിലുണ്ടോ? ആരാധനയുടെ മൂർച്ച ഇപ്പോഴും കയ്യിലുണ്ടോ? പോയത് തിരിച്ചറിയുന്ന ഒരു തലമുറ എഴുന്നേൽക്കട്ടെ. നിന്റെ സംസാരം കൊണ്ട്, നിന്റെ ഇടപാട് കൊണ്ട്, നിന്നിൽ വന്ന രൂപമാറ്റം കൊണ്ട് എവിടെയോ അഭിഷേകം നഷ്ടപ്പെട്ടത് തിരിച്ചറിയുന്ന ഒരു തലമുറ യേശുവിൻ്റെ നാമത്തിൽ. അതറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കണ്ണടച്ച് പ്രാർത്ഥിക്കുക. അപ്പായെ എവിടെ എനിക്ക് നഷ്ടപ്പെട്ടു? ദൈവം എന്നിൽ ഭരമേൽപ്പിച്ചത് എവിടെയോ നഷ്ടപ്പെട്ടു. ദൈവം എനിക്ക് തന്ന ആത്മീക അധികാരങ്ങൾ എവിടെയോ നഷ്ടപ്പെട്ടു. എൻ്റെ സംസാരം കൊണ്ട്, എൻ്റെ ചിന്തകൾ കൊണ്ട്, എൻ്റെ പ്രവൃത്തികൾ കൊണ്ട് എവിടെയോ ദൈവം ഏൽപ്പിച്ചത് എനിക്ക് നഷ്ടപ്പെട്ടു. തിരിച്ചു പിടിക്കുക. ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുക. ഇന്ന് പകലിൽ തിരിച്ചറിയട്ടെ. നിങ്ങൾ കേട്ടോടെ,
ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ ഒരു മനുഷ്യനുണ്ട്. എടുക്കണ്ട, ശ്രദ്ധിച്ചോ, വേഗത്തിൽ അങ്ങ് അവസാനിപ്പിക്കുക, 7 മിനിറ്റേ ഉള്ളൂ ഇനി. ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ ഒരു മനുഷ്യനുണ്ട്, പേര് ശിംശോൻ എന്നാണ്. 2-3 തവണ ദലീല എന്ന് പറയുന്ന സ്ത്രീയുടെ മടിത്തട്ടിൽ കിടന്നുറങ്ങി. അഭിഷേകമൊക്കെ നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോഴേ ന്യായാധിപന്മാരുടെ പുസ്തകം 19-ാം അധ്യായത്തിലാണെന്ന് തോന്നുന്നു, ഇങ്ങനെ ഒരു വാക്കെഴുതി വെച്ചിട്ടുണ്ട്. ഫെലിസ്ത്യർ തന്നെ പിടിക്കാൻ വന്നപ്പോൾ താൻ യഹോവ തന്നെ വിട്ടെന്നറിയാതെ മുമ്പിലത്തെ പോലെ കുടഞ്ഞ് ഒഴിഞ്ഞ് കളയുമെന്ന് വിചാരിച്ചു ചാടി എഴുന്നേറ്റു. ബ്രദറെ, അതിൻ്റെ മുൻപിലത്തെ വാക്യം ഭയങ്കര ശ്രദ്ധേയമാണ്. യഹോവ തന്നെ വിട്ടെന്നറിയാതെ. ശിംശോനെ, ഏതോ രാത്രികളിൽ ദലീലയുടെ മടിത്തട്ടിൽ നീ കിടന്നുറങ്ങിയപ്പോൾ നിന്നിൽ നഷ്ടപ്പെട്ടത് ദൈവത്തിന്റെ സാന്നിധ്യമാ. പക്ഷേ അതവൻ തിരിച്ചറിഞ്ഞില്ലെന്ന്. He did not realize. Amen. ഇവൻ ചാടി എഴുന്നേറ്റു. എന്നെ സംഭവിച്ചേ? ഫെലിസ്ത്യർ വന്ന് പിടിച്ചു കെട്ടി. ഇന്ന് പകലിൽ തിരിച്ചറിയണം. അച്ഛാ, തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത് ചെയ്യേണ്ട കാര്യം എന്നറിയാവോ? പറ. അതോടെ പറഞ്ഞിട്ട് ഞാൻ പ്രാർത്ഥിക്കാൻ പോവാ. ചിലതൊക്കെ തിരിച്ചറിയുന്നുണ്ടെങ്കിൽ ഇപ്പം തിരിച്ചു പിടിച്ചോണം. തിരിച്ചറിഞ്ഞവനെ തിരിച്ചു പിടിക്കാൻ പറ്റത്തുള്ളൂ. തിരിച്ചറിഞ്ഞവർ രണ്ടാമത് ചെയ്യേണ്ട കാര്യം എന്നറിയോ? പറ. യജമാനോട് പറയണം. ഓക്കെ, ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ ലിസ്റ്റിലുണ്ട്. പക്ഷേ പരിശുദ്ധാത്മാവ് എന്നോട് എൻ്റെ പ്രാർത്ഥനാ മുറി പറഞ്ഞ കാര്യം എന്നാണെന്നറിയോ? തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പണി നിർത്തണം. അച്ഛാ, പിടികിട്ടി ഞാൻ പറഞ്ഞേ? പോയെന്നറിഞ്ഞ പണി നിർത്തിയാലല്ല നിലവിളിക്കാൻ പറ്റത്തുള്ളൂ. പക്ഷെ നമ്മുടെ കുഴപ്പം നമ്മളിപ്പോഴും പിടിയും കൊണ്ട് വെട്ടിക്കൊണ്ടിരിക്കുക. അച്ഛാ, പിടികിട്ടിയോ ഞാൻ പറഞ്ഞേ? ഈ മൂർച്ചയുള്ളത് പോയിട്ട് കാലം കുറയായി. പ്രാർത്ഥനയുടെ മൂർച്ച നഷ്ടപ്പെട്ടിട്ട്, ആരാധനയുടെ മൂർച്ച നഷ്ടപ്പെട്ടിട്ട്, ദൈവം ഭരമേൽപ്പിച്ചതിന്റെ മൂർച്ച പോയിട്ട് കാലം കുറെ. പക്ഷെ ഇപ്പോഴും സ്റ്റിൽ വി ആർ ആക്ടിങ്. നമ്മൾ ഇപ്പോഴും അതിന് പണി നിർത്തണം. കൂടണ്ടോ? പ്രാർത്ഥിക്കാൻ ഇനി അഭിനയിക്കാൻ നിൽക്കരുത്. മറിച്ച് മുഴങ്കാല് മടക്കി പ്രാർത്ഥനാ മുറി കയറണം. അടുത്ത ഞായറാഴ്ച വന്ന് ആരാധിക്കാൻ അഭിനയിക്കാൻ നിൽക്കരുത്. മറിച്ച് മുഴങ്കാല് മടക്കി പ്രാർത്ഥിക്കണം. കർത്താവേ, അടുത്ത ആരാധനയ്ക്ക് പോകുന്നതിന് മുൻപേ നഷ്ടപ്പെട്ട ആയുധത്തെ എനിക്ക് മടക്കി തന്നേ പറ്റത്തുള്ളൂ. ഒന്ന് എഴുന്നേറ്റിരിക്കാമോ ദൈവസന്നിധിയിൽ? ഒന്ന് പ്രാർത്ഥിക്കാമോ? ലോർഡ്, ഐ നീഡ് ബാക്ക് മൈ വെപ്പൺ. എനിക്ക് ഈ ആയുധത്തെ മടക്കി വേണം. പ്രാർത്ഥിച്ചേ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഒരു തലമുറ എഴുന്നേൽക്കട്ടെ. ഫെലിസ്ത്യൻ പദ്ധതി ഇടുമ്പോൾ ആയുധത്തെ തിരികെ പിടിക്കുന്ന ഒരു തലമുറ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ അല്പനിമിഷങ്ങൾ അധരങ്ങൾ തുറന്ന് അന്യഭാഷകളിൽ പ്രാർത്ഥിക്കാൻ നിയോഗമുണ്ടെങ്കിൽ അല്പനിമിഷങ്ങൾ ഒന്ന് പ്രാർത്ഥിച്ചു തുടങ്ങുക.